So hello guys, Sri here. Welcome back to another podcast. Sri here, guys. Welcome. ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ട് ഒന്ന് നോക്കട്ടെ. കണക്റ്റഡ് ആണ്. Okay. സോ ലാസ്റ്റ് വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. Yeah. താങ്ക്സ് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. എൻ്റെ എഡിറ്റിങ്ങിനെ പറ്റി കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട്. താങ്ക്സ് ഗൈസ്. ഈ പുതിയ പിള്ളേരുടെ ഒരു പുതിയ മുട്ടായി കിട്ടുമ്പോൾ സന്തോഷം. Yeah, I mean, പിക്ചർ ആഡ് ചെയ്തപ്പോൾ I think it made a difference. Yeah, whatever bro. കുറച്ച് പേർക്കെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Yeah. വലിയ ഇനിയിപ്പോ സിനിമയിലൊക്കെ എഡിറ്റ് Yeah. ഇനിയിപ്പോ let's talk about today's topic. Yeah. What do you want to start with? Or you want me to start? No, before starting I would like to say that ഇന്ന് നമ്മൾ കുറച്ച് ആളുകളുടെ പേര്, കുറച്ച് ഫേമസ് ആളുകൾ, അവരെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുമെന്നല്ല, ഞങ്ങൾ മെൻഷൻ ചെയ്യും. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫൈൻഡിങ്സ് ആണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മാത്രം റിസർച്ചിൽ കൂടെ കണ്ടുപിടിച്ചതാണ്. റിസർച്ച് എന്ന് പറഞ്ഞാൽ മറ്റേ ഗ്രന്ഥങ്ങൾ വായിച്ച് കണ്ടുപിടിക്കുന്നതൊന്നുമല്ല. ഇത് ഞങ്ങൾ കണക്ട് ചെയ്യുന്ന ഡോട്ടുകളും ബാക്കി യൂട്യൂബിലും വിക്കിപീഡിയയിലും അവിടുന്ന് ഇവിടുന്നും ബുക്കുകളിൽ നിന്നും ഒക്കെ, മാഗസിനിൽ നിന്നും വാർത്തകളിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്ത് എടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റീസിനെയോ, ഇഷ്ടപ്പെട്ട മതം ജാതി അതൊന്നുമില്ല ഇവിടെ, സെലിബ്രിറ്റീസിനെയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളെയോ ഒക്കെ നമ്മൾ കാര്യങ്ങൾ പറയും. ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ കേട്ടിരിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ഈ പോഡ്കാസ്റ്റ് മൈൽഡായിട്ട് ഞങ്ങൾ തുടങ്ങുന്നുള്ളൂ. പോകെ ഒരു ഹാഫ് മാർക്കൊക്കെ കഴിയുമ്പോൾ കുറച്ച് ഇൻറ്റൻസ് ആവും. അപ്പോൾ ശരിക്കും പകുതി കഴിയുമ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് ആണ്. യെസ്, അത് കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ള എലിമിനാറ്റി എന്നാണ്, എന്തിനാണ് അവർ സെലിബ്രിറ്റീസിനെ കൺട്രോൾ എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോവാണ്. അപ്പോൾ വി ആർ ഗോണ ടച്ച് ഓൾ ദോസ് തിങ്സ്. കുറച്ച് സെൻസിറ്റീവാണ്, കുറച്ച് എന്താ പറയുന്നത്, എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ഫൈൻഡിങ്സ് ആണ്, നിങ്ങളത് സത്യമായിട്ടൊന്നും എടുക്കണ്ട. ജസ്റ്റ് ഹിയർ us out. രാജുവേട്ടൻ ഫാൻസ് ഇപ്പോൾ വരും. And we hope we are wrong. Yeah, we hope we are wrong. Yeah, അങ്ങനെയാണ് തുടങ്ങുന്നത്. Yeah. So, I'll start. Okay. ഞാൻ ഈയിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫൈൻഡിങ്സ് കണ്ടുപിടിച്ചു. എന്താണ് ഇറ്റ്സ് റിഗാർഡിങ് വിമാനശാസ്ത്ര. ഓക്കെ ഗൈസ്, ഇഫ് യു ഡോണ്ട് നോ വിമാനശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ, ഹിന്ദു മിത്തോളജി ഞാൻ പറയുന്നില്ല, പണ്ടത്തെ ഏതോ ഒരു സിവിലൈസേഷൻ്റെ എക്സ്കവേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഡോക്യുമെന്റ്സിന്റെ കൂടെ കിട്ടിയ ഡോക്യുമെന്റ് ആണെന്ന് ഞാൻ പറയാം, വിമാനശാസ്ത്ര. ടിബറ്റിയൻ എക്സ്കവേഷനിൽ ഹിംലർ കണ്ടുപിടിച്ചതാണ് വിമാനശാസ്ത്ര. അങ്ങനെ കുറച്ച് പേര് പറയുന്നു, വേറെ കുറച്ച് പേര് പറയുന്നു സൗത്ത് ഇന്ത്യ എന്നാണ് കിട്ടിയെന്ന്. ഓക്കെ, അതുകൊണ്ട് ഓക്കെ, ദ തിങ് ഇസ്, വിമാനശാസ്ത്രത്തിനകത്ത് പറയുന്നത് ഡീറ്റെയിൽഡ് ടു ദ പോയിന്റ് ആയിട്ടുള്ള മെറ്റലർജിനെ കുറിച്ചാണ്. മെറ്റലർജി, സ്റ്റഡി ഓഫ് മെറ്റൽസ് ആൻഡ് ആറ്റംസ്. അതിനകത്ത് എന്തോരം ഡെപ്തിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓക്കെ, ഒരു പണ്ടത്തെ സിവിലൈസേഷൻ എഴുതിയെന്ന് പറഞ്ഞാൽ അലോയ്. നോ, ദേ ഹാവ് സ്റ്റേറ്റഡ് അലോയ്സ് ബീങ് യൂസ്ഡ് ദാറ്റ് വാസ് ഓൺലി ഫൗണ്ട് ഇൻ എർത്ത് ഇന്നർ ക്രസ്റ്റ്. സോ ഇന്നർ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കോർ, ഇന്നർ ക്രസ്റ്റ് ഉണ്ട്, മിഡിൽ ഉണ്ട്, കോർ ഉണ്ട്. മാന്റിലിന് മുകളിലും ക്രസ്റ്റിന് താഴെയും. ഇന്നർ ക്രസ്റ്റിനോട് നമ്മൾ എനിക്ക് തോന്നുന്നത് ഇതുവരെ എത്തിയിട്ട് പോലും ഇല്ല. ഓക്കെ, അവിടുന്ന് ഇവർ മെറ്റൽസ് എക്സ്ട്രാക്ട് ചെയ്താണ് ചില എയറോസ്പേസ് പേർപ്പസിന് ഉപയോഗിക്കുന്നത്. ആൻഡ് അതിനകത്ത് 3-4 സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറയുമ്പം അങ്ങനെ ഒരുപാട് റെയർ എർത്ത് മിനറൽസ് ഉപയോഗിക്കുന്നതിന് ഗുണം, ഫസ്റ്റ് ഇസ് ഹീറ്റ് കണ്ടക്ടിവിറ്റി 0, ഹീറ്റ് കണ്ടക്ടിവിറ്റി ഇല്ല. രണ്ടാമത്തേന്ന് പറയുമ്പം എനർജി അബ്സോർപ്ഷനോ ഹീറ്റ് ഡിസിപ്പിയേഷനോ അങ്ങനത്തെ സാധനങ്ങൾ ഇല്ല. സൗണ്ട് അബ്സോർബിങ് ക്വാളിറ്റീസ്, അത് ഏറ്റവും ഉപരി ഇതിനകത്ത് പറഞ്ഞത് ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റീൽഡ് റെസിസ്റ്റൻസ്, ഭയങ്കര ഹീറ്റ് ടെമ്പറേച്ചർ റെസിസ്റ്റൻസും ഈസിലി വിത്ത്സ്റ്റാൻഡ് ചെയ്യാം വിത്തൗട്ട് കോസിങ് എനി സർഫസ് ഫ്രിക്ഷൻ. സി, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിലായിട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്ത് വിമാനശാസ്ത്രത്തിനകത്ത് എനിക്ക് തോന്നുന്നു 2-3 ടൈപ്പ് ഓഫ് പ്ലെയിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ത്രിപുര വർണ്ണൻ, അങ്ങനെയൊക്കെ 2 സാധനങ്ങളുണ്ട് അതിനകത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ത്രിപുര വർണ്ണൻ എന്തോ, ത്രിപുര വാഹനം എന്നോ എന്തോ പറയണേ. കാരണം നമ്മളുടെ അമ്പലങ്ങൾ, മീനാക്ഷി ടെമ്പിൾ, ഇനി അതാവട്ടെ, അതല്ല നമ്മുടെ തിരുവനന്തപുരത്തുള്ള ടെമ്പിൾ ഇല്ലേ, അതായിക്കോട്ടെ, എല്ലാ ടെമ്പിളും ദേ ആർ വിമാനാസ്. നിങ്ങളുടെ അമ്മൂമ്മയോടോ നിങ്ങളുടെ അപ്പൂപ്പനോടോ അല്ലെങ്കിൽ പൂജാരിയോടോ ചോദിച്ചാൽ മതി, ഈ അമ്പലം എന്തിന്റെ ഷേപ്പിലാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ബിൽഡ് ഓൺ ദ ഷേപ്പ് ഓഫ് എ വിമാന. ആ അമ്പലത്തിന്റെ, ആ ഗോപുരത്തിന്റെ പേര്, നമ്മുടെ തിരുവനന്തപുരത്തുള്ള ക്ഷേത്രത്തിന് പോലും വിമാന ഗോപുരം എന്നാ പറയുന്നത്. അപ്പോൾ why did they do it thousands of years ago is a mystery.
അതിലൂടെ വിമാന ഗോപുരത്തിന്റെ വിമാന എന്ന് പറയുന്ന ആ സാധനം ത്രിപുര വിമാനയ്ക്ക് 3 സെക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഭയങ്കര ലക്ഷറി ലൈഫ് ഉണ്ട്. അതിന് പ്രൊപ്പൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്ന് പറയുമ്പോൾ ഒരു മെർക്കുറി ബേസ്ഡ് കണ്ടന്റ് ആയിരുന്നു. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതെല്ലാം ടു ദ പോയിന്റ് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് ആൻഡ് ഏതോ ഒരു സാധനത്തിന്റെ ഭയങ്കരമായിട്ട് ഇൻവിസിബിൾ കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു. അതേപോലെ ഭയങ്കര ഡിസ്ട്രക്റ്റീവ് പവറുള്ള സാധനങ്ങളാണ്. പല പല രീതിയിലുള്ള പല വിമാനാസ്, യുദ്ധത്തിന് പോകുമ്പോൾ ഒരു വിമാനാസ്, കോണ്ടിനെന്റ്സ് തമ്മിൽ ട്രാവൽ ചെയ്യാൻ ഒരു വിമാനശാസ്ത്രജ്ഞത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറഞ്ഞെന്തോ ഇന്റർ പ്ലാനറ്ററി മിഷൻസിന് വേണ്ടി സ്പെഷ്യൽ ഡെസിഗ്നേറ്റഡ് സ്പെഷ്യൽ മെറ്റോളജിക് പ്രോപ്പർട്ടീസ് ഉള്ള വിമാനാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ വിട്ട് വെളിയിൽ പോകാൻ, ഹീറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള സ്പെഷ്യൽ മെറ്റൽ വെച്ചുള്ള വിമാനാസിനെ പറ്റത്തുള്ളൂ. ഇതെല്ലാം ഫേക്കാണെന്ന് വിചാരിച്ചാലും വേർ ദിസ് നോളജ് കം ഫ്രം? സത്യം. അവര് പറഞ്ഞേക്കുന്ന നോളജ് നമുക്ക് ഇതുവരെ മെർക്കുറിന്റെ ഒരു സർട്ടൺ എന്തോ എനിക്ക് അതിനെന്തൊരു സ്പിൻ ചെയ്ത് എന്തൊക്കെയോ ചെയ്യുന്ന പരിപാടിയാണ്. ഇലക്ട്രിഫൈ ചെയ്ത് സ്പിൻ ചെയ്യും. ആന്റി ഗ്രാവിറ്റേഷണൽ പ്രോപ്പർട്ടീസ് വരുമെന്നാ പറയുന്നത്. അതൊന്നും നമ്മൾ ഇതുവരെ എന്താ പറയണേ, നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ വെളിവിടാത്തതാ. വെളിവിടുന്നില്ല, നെഗ്ലിജിബിൾ എമൗണ്ട് പറയുന്നുള്ളൂ പറയണേ. അതേപോലെ മെർക്കുറി, അപ്പൊ നമ്മൾ ഇതൊരു കോയിൻസിഡൻസ് ആണോ വെച്ചാൽ മെർക്കുറി ഈജിപ്ഷ്യൻ കൾച്ചറിലും ഭയങ്കര പൊട്ടൻ ഫ്യൂലായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സോ ഗൈസ്, വിമാനശാസ്ത്ര ഇസ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മുടെ പുരാണാസ് കഥകളാണ് എന്ന് പറയുന്നവരുടെ എനിക്ക് പറയാനുള്ള സ്റ്റഡി ആൻഡ് റീഡ് ഇറ്റ് ബിഫോർ ക്രിട്ടിസൈസിങ്. കഥകളാണ് എന്ന് പറയുമ്പം ഇത്ര ഡീറ്റെയിൽഡ് സയന്റിഫിക് ആയിട്ടുള്ള കഥകൾ സീൻ കഥകളാണ്. ഞങ്ങളും ഇത് പൊട്ടത്തരമെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഇത് പഠിക്കാൻ തുടങ്ങുന്നതിന്റെ അന്ന് വരെ. Then we understood the science we are learning is പൊട്ടത്തരം. അന്ന് എഴുതി വെച്ചതിന്റെയൊക്കെ പകുതിയുടെ അംശത്തിന്റെ അംശം പോലും നമ്മൾ പഠിക്കുന്നില്ല. എനിക്ക് എപ്പോഴും തോന്നിയുള്ള വി ഇന്ത്യൻസ്, എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ ഇന്ത്യൻസ് ആണ് എപ്പോഴും ഇതിനെ കുറിച്ച് പൊട്ടത്തരോ മണ്ണത്തരോ എന്നൊക്കെ പറയുന്നത്. സേണിന്റെ നടുക്ക് വെച്ചേക്കുന്ന സ്റ്റാച്ചു എന്തു? ശിവന്റെ താണ്ഡവമാണ്. നടരാജ വിഗ്രഹമാണ് സേണിന്റെ നടുക്ക്. അതിന്റെ സേണിന്റെ ഡയറക്ടർ പറഞ്ഞ നടരാജ വിഗ്രഹത്തിനകത്ത് ഡെപ്പിക്ട് ചെയ്യുന്നത് പറയുമ്പോൾ ഓരോ ആറ്റവും മോളിക്യൂൾ ഡിസ്ട്രോയ് ചെയ്യും, എന്നിട്ട് പുതിയതായിട്ട് വീണ്ടും ഫോം ചെയ്യും, ജസ്റ്റ് ലൈക്ക് എൻ ഇലക്ട്രോൺ. എന്നിട്ട് നടരാജ വിഗ്രഹം അവിടെ വെച്ചിട്ട് സേണില് ഒരാൾ പറയുന്നത് എന്താന്ന് വെച്ചാല്, വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് നടരാജ വിഗ്രഹം എന്ന് ചോദിക്കും. നടരാജൻ എന്ന് പറയുന്ന വിഗ്രഹത്തില് പുള്ളി ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ട് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക. ചുറ്റും ഒരു വട്ടമുണ്ട്, ആ വട്ടത്തിന് ചുറ്റും ഒരു സർപ്പങ്ങൾ ഇങ്ങനെ പോകുന്ന പോലെയുള്ള ഒരു വിഗ്രഹമാണ്. വാട്ട് ഇറ്റ് ഈസ് ഡെപ്പിക്റ്റിംഗ് ഈസ് വെൻ ദ ടൈം ഓഫ് ഡിസ്ട്രക്ഷൻ അറൈവ്സ്, നാശത്തിന് സമയമാവുമ്പോൾ ടൈം സ്പേസ് ഒരു ഹോളിൽ നിന്ന് ശിവനെന്ന് പറയുന്ന ഒരു ഡിസ്ട്രോയർ ഭൂമിയിലേക്ക് ഒരു പോർട്ടലിൽ നിന്ന് വരുന്ന പടമാണ് നടരാജൻ. ആ പോർട്ടലാണ് ആ വട്ടം. ഓറയല്ല, അതൊരു വട്ടത്തിനകത്തു നിന്ന് ശിവനകത്തുനിന്ന് വെളിയിലേക്ക് വരിക. അപ്പോൾ യെസ്, ദേ ആർ സമണിങ് ദി ഡിസ്ട്രോയർ എന്ന് പറയുന്ന ഒരു സീനുണ്ട് സേണിന്. ഒരു അതർ വേൾഡ്ലി, ഒരു അതർ ഡയമെൻഷനിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. അതർ ഡയമെൻഷനിൽ ഈ മാറ്ററും ഫിസിക്സും വെച്ച് കളിക്കുമ്പോൾ ഈ നടരാജന്റെ വിഗ്രഹം അവിടെ നടുക്ക് വെക്കുന്നതിന് അർത്ഥം സ്വിറ്റ്സർലൻഡിൽ ലോകത്തിലെ ഏറ്റവും, എനിക്ക് 18 കിലോമീറ്റർ റേഡിയസ് കണ്ടില്ലേ, 3 രാജ്യം കവർ ചെയ്യുന്നുണ്ട്. എന്തോ ഹൈഡ്രോജൻ കൊളൈഡർ, എന്ത് ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ സംഭവം. 3 വേറെ സാധനം നമ്മൾ ഈ ചാനലിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞുള്ള വേറൊരു കഥയാണ് ഇത്. ആൽക്കമി ആദ്യമായിട്ട് നടരാജ വിഗ്രഹത്തിന്റെ എന്താ പറയണ സ്ഥലമുള്ള സേണിൽ ആൽക്കമി ദേ ഹാവ് മെയ്ഡ് ഇറ്റ് പോസിബിൾ. ഈവൻ ദോ ഒരു സ്ലൈറ്റ് എമൗണ്ട് ഓഫ് സെക്കൻഡിലാണെങ്കിൽ ലെഡ് പാർട്ടിക്കിൾസിനെ ഗോൾഡാക്കി, ലെഡിനെ ഗോൾഡാക്കി മാറ്റി അവര് സേണിൽ വെച്ച്. അപ്പോൾ അത് ആൽക്കമിയാണ്. അത് വേദാന്തത്തിൽ പണ്ട് തൊട്ടേ പറയുന്ന കാര്യമാണ്. ഈ വേദങ്ങളിൽ കൂടി യാഗങ്ങളിൽ കൂടി എലമെന്റ്സിനെ സ്വർണ്ണമാക്കാൻ പറ്റുമെന്ന്. അത് പ്രത്യേകമായിട്ടും ലെഡ് പോലുള്ള സാധനങ്ങൾ വെച്ച് അത് നടന്നിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു തോട്ട് പ്രൊവോക്കിംഗ് തോട്ട് തന്നുകൊണ്ട് വി ആർ മൂവിങ് ഓൺ ടു ദി പോഡ്കാസ്റ്റ്. ഡു യു തിങ്ക് വി റിയലി, നമ്മൾ ഇത്രയും സയൻസും ഇത്രയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും ഒക്കെ ഉണ്ടായത് നമ്മുടെ ഓൺ കഴിവുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? ഓർ വി ഗോട്ട് ഇൻസ്പയർഡ് ഫ്രം സംബഡി എൽസ്? ആൻഡ് ദ ഇൻസ്പിറേഷൻ കിട്ടി ചെയ്തവന്മാര്, ഫോർ എക്സാമ്പിൾ ഓപ്പൻഹൈമർ, ഐൻസ്റ്റീൻ, ഇവരെല്ലാം പറയുന്നത് എന്തുവാ? ഐൻസ്റ്റീൻ പറഞ്ഞത്, ഇഫ് ഐ വാസ് ഇൻ ഇന്ത്യ ആൻഡ് ഐ റെഡ് ദി മഹാഭാരതം, ഭഗവത്ഗീത ഞാൻ വായിച്ചിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ സേവ്ഡ്. എന്റെ ജീവിതത്തിലെ 40 വർഷം സേവ് ചെയ്യാമായിരുന്നു. ബിക്കോസ് വാട്ട് ഐ ഫൗണ്ട് വാസ് ഇൻ ദെയർ ഓൾറെഡി. ഞാൻ ആ ബുക്ക് ഇരിക്കുന്ന ലൈബ്രറി പോയിട്ട് അത് ഞാൻ വായിക്കാതെ വന്നു.
എൻ്റെ ജീവിതത്തിലെ 40 വർഷം അവിടെ ഞാൻ സേവ് ചെയ്തേനെ എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞു. അത് ഇംഗ്ലീഷുകാർ വിശ്വസിക്കും, ഇന്ത്യക്കാർ വിശ്വസിക്കും. അതെ, ഓപ്പൻഹൈമറുടെ സിനിമയിൽ വരെ ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പൻഹൈമറിൽ അടുത്ത് ആളുകൾ ചോദിക്കും, ഹൗ ഡു യു ഫീൽ ആഫ്റ്റർ ക്രിയേറ്റിംഗ് ദ ഫസ്റ്റ് അറ്റോമിക് ബോംബ്? ഹി കോട്ട്സ്. അപ്പത്തേക്കും അവൻ ഭഗവത്ഗീത കോട്ട് ചെയ്യും, നൗ ഐ ഹാവ് ബിക്കം ഡെത്ത്, ദ ഡിസ്ട്രോയർ ഓഫ് വേൾഡ്സ്. അത് കഴിഞ്ഞ് പുള്ളി പറയുന്നത്, ദർ ഈസ് എ സ്ലൈറ്റ് കറക്ഷൻ ഇൻ ദ ക്വസ്റ്റ്യൻ. ലോകത്തിലെ ആദ്യത്തെ അറ്റോമിക് ബോംബ് അല്ല, മോഡേൺ ടൈംസിലെ ആദ്യത്തെ അറ്റോമിക് ബോംബ്. ബിക്കോസ് ദ ലാസ്റ്റ് ടൈം അറ്റോമിക് ബോംബ് വാസ് ഇൻവെന്റഡ്, ദ ഹോൾ എർത്ത് റീസെറ്റഡ്. ഇതിനെ കുറിച്ച് മറ്റേ വാഹന ഇതുണ്ടല്ലോ, വിമാനശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്, ഇവ ഒരു വിമാനം, ഏതൊരു വിമാനം, പേര് ഓർമ്മയില്ല, അതിന് ഭയങ്കര പൊട്ടൻഷ്യലുള്ള ബ്രഹ്മാസ്ത്രമുണ്ട്. അത് ഒരു വട്ടം ഇട്ടാൽ അതിന്റെ ചുറ്റും എത്രയോ, അതൊരു കണക്ക് പറഞ്ഞിട്ട് ഉള്ളവരുടെ നഖം പയ്യെ പൊഴിഞ്ഞു പോകും, മുടി കൊഴിഞ്ഞും, സ്കിന്ന് കറുക്കും, റേഡിയേഷൻ. എന്ന് വെച്ചാല് ഒരു സിറ്റിയിലിട്ട് അപ്പുറത്തെ സിറ്റിയിൽ ഉണ്ടാവുന്ന ആളുകളുടെ സിംറ്റംസ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ ചില അസ്ത്രങ്ങൾ വിടുന്നതിന് തമ്മിൽ, ബ്രഹ്മാസ്ത്രം പോലെ അല്ലെങ്കിൽ വേറെ ചില അസ്ത്രമുണ്ട്, ന്യൂക്ലിയർ അറ്റോമിക് അസ്ത്രങ്ങൾ. ആ അസ്ത്രങ്ങൾ വിടാൻ അസുരന്മാരും ദൈവന്മാരും തമ്മിൽ പാക്റ്റുകൾ ഉണ്ടായിരുന്നു. നോൺ ഫസ്റ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഈ അസ്ത്രം വിടാതെ ഞങ്ങൾ ഈ അസ്ത്രം വിടില്ല എന്ന് പറഞ്ഞാൽ, ഈ അസ്ത്രം വിട്ട് കഴിഞ്ഞാൽ ഭൂമിയുടെ നാശമാണ്. ഇപ്പോൾ ന്യൂക്ലിയർ പാക്റ്റുകൾ ഉള്ളത് പോലെ, ന്യൂക്ലിയർ ഓർ ഹൈഡ്രജൻ പാക്ട് ഉള്ളത് പോലെ തന്നെ, അൺലെസ് നോ ഫസ്റ്റ് യൂസ് പോളിസി ഉണ്ടായിരുന്നു ദൈവന്മാർക്കും അസുരന്മാർക്കും. നമ്മൾ ഇതുവരെ വേൾഡ് ഒരു ഹൈഡ്രജൻ വാർ വിറ്റ്നസ് ചെയ്തിട്ടില്ലല്ലേ? അറിയത്തില്ല. നമ്മളെല്ലാം ന്യൂക്ലിയർ ബോംബല്ലേ കണ്ടിട്ടുള്ളൂ. ഹൈഡ്രജൻ ബോംബ് നമ്മൾ കണ്ടിട്ടില്ല. ഹിരോഷിമയിലൊക്കെ ഇട്ടെന്നൊക്കെ പറഞ്ഞാൽ വൻ ചൂക്കി സാധനമാണ് ഇപ്പോൾ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഹൈഡ്രജൻ വാറിന് ശരിക്കുള്ള സൈഡ് എഫക്ട്സ് നമുക്ക് അറിയത്തില്ല. ഇറ്റ്സ് വെരി ന്യൂക്ലിയർ എഫക്ട്സ് ഇല്ലെന്നുണ്ടെങ്കിലും 100 times മോർ എക്സ്പ്ലോസീവ് ആണ്. അതെ. അപ്പോ എന്താ പറയുന്നത്, അത് ഫിഷനും ഇത് ഫ്യൂഷനും. ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഇട്ടാല് കോഴിക്കോടുള്ളവരുടെ ചെവി പൊട്ടിപ്പോവെന്നാ പറയുന്നത്. സോ അതിന് മറ്റേ കാൽക്കുലേഷൻ എന്തോ അല്ലേ, സ്ലൈറ്റ് പോസിബിലിറ്റി ഓഫ് തുടക്കത്തില് വേൾഡ് കത്തിപ്പോലുള്ള ചെയിൻ റിയാക്ഷൻ നടക്കുന്ന സംഭവം. അത് ആ ന്യൂക്ലിയർ ബോംബ്, ആ ചെയിൻ റിയാക്ഷൻ നിന്നില്ല എങ്കിൽ, കാരണം ഈ എനർജി കാരണം അറ്റ്മോസ്ഫിയറിലുള്ള എന്ന് പറഞ്ഞാൽ ഈ ചെയിൻ റിയാക്ഷൻ നടന്ന് ന്യൂക്ലിയർ ഫിഷൻ നടന്ന് അറ്റ്മോസ്ഫിയറിലുള്ള ഏതെങ്കിലും ആറ്റം ഈ ഫിഷന്റെ പാർട്ട് ആയി കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ മോളിക്യൂളും ഇതിന്റെ പാർട്ടാവും. ചെയിൻ റിയാക്ഷൻ. ഭൂമി നിന്ന് കത്തും അടുത്ത 1000 വർഷത്തേക്ക്. സ്ട്രാറ്റോസ്ഫിയർ വിൽ കണ്ടിന്യൂ ടു ബേൺ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. നിങ്ങൾ സെർച്ച് ചെയ്യുക, പഠിക്കുക. പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ പോഡ്കാസ്റ്റുകൾ കാണുക, നല്ല പോഡ്കാസ്റ്റുകൾ കാണുക. മറ്റേ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള പോഡ്കാസ്റ്റുകൾ കാണുക, ഓൺലി ഫാൻസ് കാണാതിരിക്കുക. ഓക്കെ, ഒരു പോയിന്റ് കൂടെ അടിയാണ്. വിമാനശാസ്ത്രത്തിൽ ഞാൻ ഇതുവരെ കാണാത്ത, ഞാൻ ഒരു തോട്ട് ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത സാധനങ്ങൾ, ദേ ഇൻഫ്യൂസ്ഡ് മെറ്റൽസ് വിത്ത് നോൺ മെറ്റാലിക് എലിമെന്റ്സ് ടു ക്രിയേറ്റ് സ്പെഷ്യൽ അലോയ്സ്. ഫോർ എക്സാമ്പിൾ ഹെർബ്സ്, സർട്ടൻ വുഡൻ തിങ്സ്. അങ്ങനത്തെ നോൺ മെറ്റാലിക്, മണ്ണ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓരോ പ്രത്യേക പ്രോപ്പർട്ടി വേണ്ട സാധനങ്ങൾക്ക് വേണ്ടി ഓരോ മെറ്റലുമായിട്ട് അലോയ്സ് മേക്കിംഗ് അല്ല, they were far better than us in making alloys. ഇപ്പോൾ നമ്മുടെ അമ്പലത്തിൽ, പല അമ്പലങ്ങളിലും ഉള്ള പില്ലേഴ്സ് നിങ്ങൾ പോയി ശ്രദ്ധിക്കണം, എന്ത് മെറ്റീരിയലാന്ന് പോലും അറിയത്തില്ല പലർക്കും. അതുകൊണ്ടൊക്കെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ക്യാമറയും കാര്യങ്ങളും ഒന്നും അലോ ചെയ്യാത്തത്. കാരണം ഇപ്പൊ പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പോയി കാണുക. ജസ്റ്റ് സ്പിരിച്വാലിറ്റി മൂഡ് അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് അന്വേഷിക്കാൻ. കാരണം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു അവിടെ പോകാൻ. ഐ ഡോണ്ട് നോ. നിങ്ങൾ ഒരു ദിവസം പോവുക, ജസ്റ്റ് അഡ്മയർ ദി ബിൽഡിങ്സ്, ആർക്കിടെക്ചർ ചെയ്തു വെച്ചേക്കുന്നത്. അത് ഈ താജ്മഹൽ ഇതിന്റെ മുന്നേ എങ്ങനെ വണ്ടർ ആയത് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ വണ്ടർ അടിക്കും അതിനകത്ത് ചെല്ലുമ്പോൾ. എനിവേ, അത് അവിടെ നിൽക്കട്ടെ. വി ഹാവ് എ ലോട്ട് ടു ടോക്ക് ടുഡേ. എന്താ പറയുക, ചിലപ്പോൾ ഇതൊരു 1 മണിക്കൂറിന് മുകളിൽ പോകും. ഒത്തിരി പോവാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് അടുത്ത എപ്പിസോഡായിട്ട് ഇടും. ഇല്ലെങ്കിൽ നമ്മൾ മാക്സിമം സ്പീഡിൽ പറഞ്ഞു പോകും. So what you're starting with this? ഇതെന്താണെന്ന് അറിയാത്തവർ കുറവായിരിക്കും. ഈ ചാനലിൽ നിങ്ങൾ വരുവാണെങ്കിൽ യു വുഡ് നോ വാട്ട് ഇലുമിനാറ്റി ഈസ്. അറ്റ്ലീസ്റ്റ് യു വുഡ് ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ്. ഞാൻ ഈ റീസെന്റ് പൃഥ്വിരാജും മോഹൻലാലും കൂടെ ഇന്റർവ്യൂവിൽ ഇലുമിനാറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന കേട്ട്. ഒരു വേൾഡ് ഓർഡർ ഉണ്ട്. വേൾഡ് ഓർഡർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിനക്കെന്ത് തോന്നുന്നു?
യെസ്, ഓഫ് കോഴ്സ് ദർ ഈസ് എ വേൾഡ് ഓർഡർ. ഇല്ല എന്ന് പറയുന്നവർ ബ്ലൈൻഡ്. യെസ്, ഒരു വേൾഡ് ഓർഡർ ഇല്ല, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആരുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ കിൻഡർ ഗാർഡൻ കുഞ്ഞ് സെയിങ്, എന്താ പറയുന്നത്, കെമിസ്ട്രി ഈസ് നോട്ട് റിയൽ. 8ാം ക്ലാസ്സിൽ എത്തി കെമിസ്ട്രി പഠിച്ചാൽ ഇറ്റ് ഈസ് ദെയർ. പക്ഷെ അത് ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് അറിയാം. അങ്ങനെ പറയാം. ഇന്ത്യയിൽ എന്തോ ഒരു ഓയിൽ ഫീൽഡ് ഉണ്ട്, എണ്ണപ്പാടങ്ങൾ. ഇപ്പോ കണ്ടുപിടിച്ചു, കൊല്ലത്ത് വരെ എന്തോ ഒരു വലിയ ഒരെണ്ണമുണ്ട്. കൊല്ലത്ത് കണ്ടുപിടിച്ചു, ജമ്മു കാശ്മീരിൽ പക്ഷേ can you extract it and sell it? നമുക്ക് അതിന്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമോ? നോ. അതാ ഒപെക് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, they will control it. Yeah. അതേപോലെ എല്ലാത്തിനും കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് to the top. അത് ശരിയാ. കൊല്ലത്തെ ആ ഒരു ഓയിൽ ഫീൽഡില് നമുക്ക് ഇന്ത്യക്ക് പോലും അനുമതിയില്ല. ഒപെക് വന്നിട്ട് ഒപെക് പ്ലസ് വന്നിട്ട് എത്ര ബാരലുണ്ട്, ഇത് എത്ര വട്ടം വിടാൻ പറ്റും, എന്നൊക്കെ റിഫൈൻ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എത്ര വിൽക്കാൻ പറ്റും എന്നുള്ള കണക്ക് തന്നതിന് ശേഷം ഇന്ത്യക്ക് അത് എക്സ്ട്രാക്ട് ചെയ്യും. അങ്ങനെ എന്താ സംഭവമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട് എല്ലാം കൺട്രോളിലാണ്. എങ്ങനെയാണ് ഈ കൺട്രോൾ എവിടെയാണ് തുടങ്ങുന്നതെന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഹൗ ഡസ് ദിസ് കൺട്രോൾ സ്റ്റാർട്ട്? സി ഗൈസ്, ഇലുമിനാറ്റി ആയാലും എലീറ്റ്സ് ആയാലും എന്തായാലും വി ആർ കൺട്രോൾഡ് ത്രൂ സിമ്പിൾസ്. എന്ന് പറഞ്ഞാൽ നമ്മളെ എന്നും രാവിലെ എണ്ണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ വി ആർ കോൺസ്റ്റന്റ്ലി സീയിങ് സിമ്പിൾസ്. സിമ്പിൾസ് ഇൻ ദ സീൻ, സിമ്പിൾ ആവാം, അതൊരു പിക്ചർ ആവാം, അതൊരു അഡ്വർടൈസ്മെന്റ് ആവാം, അതൊരു ഇമേജ് ആവാം, എന്തും ആവാം. ഒരു വിഷ്വൽ മീഡിയത്തിലൂടെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതെ, ഒരു വിഷ്വൽ മീഡിയമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ, നിങ്ങളിപ്പോൾ അത്യാവശ്യം അകത്തോട്ടുള്ള ഒരു വീടാണെങ്കിലും ഉള്ളിലുള്ള വീടാണെങ്കിലും ബൈക്ക് എടുത്ത് രാവിലെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് തുടങ്ങിയാൽ, വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞാൽ യു വിൽ സ്റ്റാർട്ട് സീയിങ് ഫ്ലെക്സ്. ഒരു പെൺകുട്ടി മാലയൊക്കെ ഇട്ട് ഒരു ജ്വല്ലറിയുടെ പരസ്യം, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹിറ്റെക്സിന്റെ പരസ്യം, കുറച്ച് കഴിയുമ്പോൾ ഷഡ്ഡി വെസ്റ്റ് ബ്രായുടെ പരസ്യം, ഇതെല്ലാം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇതെന്നും കാണുന്നതുകൊണ്ട് നമ്മൾ നോക്കും, നമുക്ക് കിട്ടാനുള്ളത് കിട്ടും, നമ്മൾ പോകും. വി ആർ കോൺസ്റ്റന്റ്ലി ഗെറ്റിംഗ് ദി സിമ്പിൾസ്. അപ്പോൾ ഈ സിമ്പിൾസ് എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഒരു ബ്രാൻഡാണ്. നമ്മളെ കൺസ്യൂമേഴ്സ് മാത്രമാക്കി നമ്മളുടെ ലോകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലിട്ടിട്ട് നമുക്ക് കുറച്ച് പൈസ തരും. നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്യും, നമുക്കൊരു ഇത്തിരി പൈസ തരും. എന്നിട്ട് നമ്മളെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ സാധനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്താൽ 10 സ്ക്രോൾ ചെയ്താൽ അതിനകത്ത് 8 എണ്ണത്തിൽ ഒരു 4 എണ്ണമെങ്കിലും ആഡ് ആയിരിക്കും. യെസ്, നമ്മൾ അതുപോലെ എവിടെ സ്ക്രോൾ ചെയ്താലും, അല്ലെങ്കിൽ നമ്മൾ എവിടുന്ന് വീട്ടിൽ വെളിയിൽ ഇറങ്ങിയാലും, നമ്മളൊരു ഹോട്ടലിൽ പോയാലും നമ്മൾ വേറെ പലതിനും 10 സാധനത്തിൻ്റെ ആഡ് കാണും. നമ്മളൊരു തിയേറ്ററിൽ പോയാൽ വേറൊരു 20 എണ്ണത്തിൻ്റെ ആഡ് കാണും. അപ്പോൾ ഈ ആഡ് മാത്രം, അല്ലെങ്കിൽ സിമ്പിൾസ് മാത്രം കൊണ്ടാണ് നമ്മുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഈ സിമ്പിൾസ്, എന്താണ് ഈ ആഡ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ബ്രെയിൻ ഈ സിമ്പിൾസ് വളരെ റാപ്പിഡായിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മളോടിപ്പോൾ ഒരാൾ വിഷ്വലി ഒരു സാധനം അബ്സോർബ് ചെയ്യുന്നതിൻ്റെ സ്പീഡിൽ നമുക്കൊന്നും അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളുടെ ബ്രെയിനിൽ വിഷ്വൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ വിഷ്വൽ കോർട്ടെക്സിൽ നിന്ന് നമ്മുടെ ആ സിമ്പിൾ കണ്ടാൽ ഉടനെ ഇത് വിഷ്വൽ കോർട്ടെക്സിലെത്തും സിമ്പിൾ. ആ സിമ്പിൾ എന്നിട്ട് ലിംബിക് സിസ്റ്റത്തിലോട്ട് പോകും. ആ ലിംബിക് സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ലിംബിക് സിസ്റ്റം ബ്രെയിനിനകത്ത് ആദ്യമായിട്ട് മനുഷ്യർക്ക് എവല്യൂഷൻ നടന്നപ്പോൾ, ബ്രെയിനിൽ ഇവോൾവ് ആയപ്പോൾ ബ്രെയിനിൽ എവല്യൂഷൻ സംഭവിച്ച സ്ഥലമാണ് ലിംബിക് സിസ്റ്റം. എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് എവല്യൂഷൻ ഓഫ് ദ ബ്രെയിൻ ടുക്ക് പ്ലേസ് ഇൻ ദ ലിംബിക് സിസ്റ്റം. എവല്യൂഷൻ ഇൻ മാൻ എന്ന് പറഞ്ഞാൽ കുരങ്ങിൽ നിന്ന് മനുഷ്യനായത് എന്ത് കാരണമാണോ അത് ലിംബിക് സിസ്റ്റത്തിന്റെ എവല്യൂഷൻ കാരണമാണ്. If you don't believe in that evolution, അല്ല, ഞാൻ പറഞ്ഞത് ബ്രെയിനിന്റെ എവല്യൂഷൻ, കോഗ്നിറ്റീവ് സെൻസ്. ലിംബിക് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് ഇമോഷൻസും ബിഹേവിയറും. ഫസ്റ്റ് മ്യൂട്ടേഷൻ പോലെ, മ്യൂട്ടേഷൻ പോലെ ഇമോഷനും ബിഹേവിയറും ലോങ് ടേം മെമ്മറിയാണ് ഈ ലിംബിക് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഈ ലിംബിക് സിസ്റ്റം ആദ്യമേ ഇവോൾവ് ആയതുകൊണ്ട് ഇതിനെ ലിസാർഡ് ബ്രെയിൻ എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു വൈകാരികമായ ബ്രെയിനിന്റെ ഭാഗമാണ്. ഇതേ സെയിം റീസൺ ആണല്ലോ ഇപ്പം സയന്റിസ്റ്റുമാർ പറയുന്നത്. 500 കൊല്ലം കഴിയുമ്പം ഹ്യൂമൻ ബോഡിന്റെ അനാട്ടമി ഭയങ്കരമായിട്ട് വലിയ ബ്രെയിനും ചെറിയ ബോഡിയാവും. അങ്ങനെ ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ലിസാർഡ് ബ്രെയിൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ ആ സിമ്പിൾ ഉടനെ നമ്മളുടെ ബോഡിയിൽ റാഷണൽ തോട്ട്സ് ഉണ്ടാവുന്നതിന് മുന്നേ ഇമോഷണൽ റെസ്പോൺസ് ട്രിഗർ ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ റോഡിലൂടെ പോവാം, അപ്പോൾ ഞാൻ മക്ഡൊണാൾഡ്സിന്റെ ഒരു പടം കാണുമ്പോൾ ഐ ഗെറ്റ് എക്സ്ട്രീംലി ഹാപ്പി ഓർ എക്സൈറ്റഡ് വിത്തൗട്ട് ഈവൻ തിങ്കിങ് ഇഫ് ഐ ഹാവ് ടു. കളർ തിയറി. അതുപോലെ തന്നെ ഞാനിപ്പോൾ റോഡിൽ കൂടെ പോവാ,
വെറുതെ ഞാൻ പോകുമ്പോൾ ഒരു RCBയുടെ അല്ലെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പടം അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആവും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനെ ഇഷ്ടപ്പെടുന്ന ആളല്ലെങ്കിൽ ഹേറ്റ് ആവും. എന്ന് പറഞ്ഞാൽ അത് കണ്ട ആ സെക്കൻഡ് നമ്മളൊന്നും തിങ്ക് ചെയ്യുന്നില്ല, നമ്മൾ ലോജിക്കലായിട്ട് ഒന്നും പ്രോസസ്സ് ചെയ്യുന്നില്ല, പക്ഷെ വി ആർ ഹാവിങ് എൻ ഇമോഷണൽ ട്രിഗർ. ആ ഒരു സാധനത്തിനെ സയൻസ് കണ്ടുപിടിച്ചതിന് ശേഷം അത് ക്യാഷ് ആക്കുന്നതാണ് മാർക്കറ്റിംഗ്. നമ്മൾ വിചാരിക്കും നമ്മൾ ഫ്ലെക്സ് വെക്കുന്നത്, പരസ്യം വെക്കുന്നത് ആളുകൾ കണ്ട് ഇത് വായിച്ച് നോക്കി ഇഷ്ടപ്പെട്ടിട്ടാണോ? നോ, അത് നമ്മളെ പോലുള്ള മണ്ടന്മാരുടെ മാർക്കറ്റിംഗ്. അല്ലാത്ത മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദേ യൂസ് സിമ്പിൾസ്. നമ്മൾ ഇന്ന് ഇവിടുന്ന് പോയാൽ ഒരേ ബ്രാൻഡിന്റെ സിമ്പിൾ ഒരു 10 കിലോമീറ്റർ പോയാൽ 5 വട്ടം കാണും. റെക്കറിങ് ആയിട്ട് ഇത് നമ്മുടെ ബ്രെയിനിലോട്ട് ഫീഡായി വരികയാണ്. അപ്പം ഈ ഫിനോമിനയാണ് നമ്മുടെ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്ന സാധനമാണ് സിമ്പിൾ പോലെ കുറച്ച് വേർഡുകൾ. ഈ വേർഡുകളും നമുക്ക് ഇതുപോലെ തരുന്നുണ്ട്. ഹാപ്പിനെസ്, സെക്യൂരിറ്റി, സക്സസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ വലിയ വലിയ ഏതെങ്കിലും ഫ്ലാറ്റിൻ്റെ പരസ്യം, പോർഷ് ഫ്ലാറ്റിൻ്റെ പരസ്യത്തിൽ പോകുമ്പോൾ അവിടെ ആരാ നിൽക്കുന്നത്? മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ ടൊവിനോ. ഇപ്പോൾ ടൊവിനോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സക്സസിന്റെ പ്രതീകമാണ്. കാരണം ഇത് 5 വർഷം മുന്നേ വന്നു, ഏറ്റവും കാശുകാരന്മാരിൽ ഒരാളായി. അവന്റെ ഹാർഡ് വർക്കും അവന്റെ ബുദ്ധിയും അവന്റെ കഴിവ് കറക്റ്റ് എടുത്തിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് കാശുണ്ടാക്കുന്നവരെ സക്സസ്സുമായിട്ട് ലിങ്ക് ചെയ്ത് അവരെ ബാക്കിയുള്ള സാധനങ്ങൾ വെച്ച് വിൽക്കുന്നുണ്ട്. ഈ എന്തോ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് പോലുള്ള കാര്യങ്ങൾ, അസെറ്റ് ഗ്രൂപ്പ്, ഇതുപോലുള്ള സാധനങ്ങൾ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എന്താണെന്ന് അവർക്കെല്ലാം അറിയാം. ഈ അഡ്വർടൈസ് ചെയ്യുന്നവർക്ക്, കമ്പനിക്ക്, ടൊവിനോയ്ക്ക്, മോഹൻലാലിന് ഇതെല്ലാം അറിയാം. പക്ഷെ ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു സ്റ്റഡി, ഇങ്ങനെ ന്യൂറോ സയൻസ് ഉണ്ടെന്ന് നമുക്കൊന്നും അറിഞ്ഞൂടാ. ബിസിനസ്സിനകത്ത് ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. ബിസിനസ്സിനകത്ത് ഇത് പഠിക്കാനുണ്ട്, പക്ഷെ ഇത് പലർക്കും ഇത് അറിഞ്ഞൂടാ. അപ്പോ ബിസിനസ്സിനകത്ത് പഠിക്കാണ്ടല്ലോ പോണ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തന്നില്ല. അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് ഞങ്ങളുടെ HOD അല്ല, ജോൺ സാർ എന്ന് പറഞ്ഞ സാറാണ് പഠിച്ചത്. അപ്പൊ ഞാനിങ്ങനെ ഹൗ ഡിഫറെന്റ് ഐഡിയോളജീസ് ആൻഡ് ക്യാരക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇമോഷൻസ്, അങ്ങനത്തെ ഒരു ടോപ്പിക് ഉണ്ട്. അങ്ങനെ എന്തോ ആയിരുന്നു, കറക്റ്റ് ഓർമ്മയില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ഇത് ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ മാക്ഡിനകത്ത് എപ്പോഴും ഒരു ചിരിച്ചോണ്ടിരിക്കുന്ന, ഈ തുളക്കെ ഇട്ടോണ്ടിരിക്കുന്ന മനുഷ്യൻ, ഫീൽ ഗുഡ് ഹാപ്പിനെസ്, ഏത് മോളിൽ പോയാലും അവനെ അവിടെ കാണാം. അതെ, ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു സാധനം. പിന്നെ ഫോർ എക്സാമ്പിൾ വേറൊരു വലിയ ബ്രാൻഡ് മെർസിഡസ് ബെൻസ്, 3 ലോകം, ആകാശം, ഭൂമി. അത് മാത്രമല്ല, മെർസിഡസ് ബെൻസിന്റെ ഇതിനകത്ത് മെർസിഡസ് ബെൻസിന്റെ ഒരു ഇതിനെ പറ്റി പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ന്യൂറോ സയൻസിന്റെ ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആക്ടിവേറ്റ്സ് റിവാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിമ്പിൾ കണ്ടു, ഇന്ന് നാളെ മറ്റന്നാളൊക്കെ കണ്ടു, അതിന്റെ 7ാമത്തെ ദിവസം നമുക്ക് ഈ സിമ്പിൾ കണ്ടില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം പറ്റും. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഈ സിമ്പിളിന് വേണ്ടി തേടും. സത്യം. അപ്പോൾ 7ാമത്തെ ദിവസം നമ്മൾ ഈ സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനകത്ത് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ എനിക്ക് പറ്റിയൊരു പ്രശ്നം എന്താ, ഞാനിപ്പം രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ റെഡ് ലൈറ്റ് ഇടും. റെഡ് ലൈറ്റ് തെറപ്പി എന്ന് പറയുന്നത് നല്ല സാധനമാണ്, കണ്ണിന് സ്ട്രെസ് ഇല്ല. ഇപ്പൊ എനിക്ക് റെഡ് ലൈറ്റ് ഇല്ലാതെ ഉറങ്ങാൻ പാടാ. അപ്പൊ അതാണ് പറഞ്ഞത്, ആ ഒരു ബ്രെയിൻ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ബ്രാൻഡുകൾ സിമ്പിൾ ആക്കുന്നത്. ഇപ്പൊ മക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞാൽ മക്ഡൊണാൾഡ് ഒന്നും എഴുതത്തില്ല, ആ ഒരു M വരച്ച ഒരു സാധനം. ഇപ്പൊ അതുപോലെ RGB, ഒരു റെഡ് ഇതിനകത്ത് ഒരു ബാഡ്ജ്, റോളക്സ്, അതുപോലെ റോളക്സിന്റെ സാധനം, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എഴുതി വെക്കണം. അപ്പൊ ഈ ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറയുന്നത്, ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന സാധനം വലിയ വലിയ കമ്പനികൾ മുതലാക്കുകയാണ്. നമ്മളുടെ ഡോപ്പമിൻ വിറ്റ ഒരു കാശുണ്ടാക്കുക. അപ്പൊ ഇതിനൊരു തെളിവ്, ഈ അടുത്തിടനെ RCB കപ്പടിച്ചു. RCB കപ്പടിച്ചിട്ട് റാലി നടത്തി. ഞാൻ അതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. ബാംഗ്ലൂരിൽ റാലി നടത്തി, ട്രോഫിയൊക്കെ കഴിഞ്ഞ്, എന്നിട്ട് ഇവരുടെ ഫംഗ്ഷന്, മീറ്റിങ്ങിനോ എന്തോ ഒഫീഷ്യൽ മീറ്റിംഗ് ഇതെല്ലാം കഴിഞ്ഞു, കളിയൊക്കെ കഴിഞ്ഞു. I think 4-5 days passed. The players came. Everybody was wearing T-shirts. Not sponsored, റാൻഡം ഷർട്ടുകൾ, എന്തൊക്കെയോ എഴുതിയ ഷർട്ടുകൾ. All the players were wearing red. അതൊരു ആക്സിഡന്റ് ആണ് നിങ്ങൾ വിചാരിക്കും. 1 player or 2 player or 3 player റെഡ് ടീഷർട്ട് ഇടുന്നത്, ഓക്കെ, ഇറ്റ്സ് ആൻ ആക്സിഡന്റ് ഓർ കോയിൻസിഡൻസ്. എവ്രിബഡി വാസ് വിയറിംഗ് എ റെഡ് ടീഷർട്ട്. അപ്പൊ അതിനർത്ഥം സംബഡി ഈസ് ട്രൈയിങ് ടു മേക്ക് ദം വിയർ ദിസ് ആൻഡ് ദേ ആർ, ആളുകളെ കാണിക്കാൻ അല്ലെങ്കിൽ ആളുകളുടെ ഡോപ്പമിൻ ഇതിന് കൊടുക്കാൻ, ആ ബ്രാൻഡ് ലോയൽറ്റി, ആ റെഡ് എന്നുള്ള കളറ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. കോഹ്ലി ഉൾപ്പെടെ ചുമന്ന ടീഷർട്ട് ഇട്ടുണ്ടാന്ന് വന്നത്. ഞാൻ ആ ഫോട്ടോ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് സിമ്പിൾസും എന്താ പറയുക കളേഴ്സും
പടങ്ങൾ നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്. ഇപ്പോഴാണ് ടോപ്പിക് പറയാം, സബ്ലൈമൽ മാർക്കറ്റിംഗിനെ കുറിച്ച് പറയാം. സബ്ലൈമൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഇന്നർ സബ്ലൈമൽ കോൺഷ്യസ്നെസ്സിനെ മാത്രം എഫക്ട് ചെയ്യുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന് സബ്ലൈമൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. നമ്മൾ അന്ന് RCBയുടെ ഇത് കാണുന്നത് ചിലപ്പോൾ വെറുതെ ട്യൂണിൻ ചെയ്ത് കാണുന്നതായിരിക്കും. ബട്ട് നമ്മൾ പോലും അറിയാം സബ്കോൺഷ്യസ്ലി നമ്മൾ ആ RCB എന്ന് പറയുമ്പോൾ ആ കട്ട ചുമപ്പാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇവർ കട്ട ചുമപ്പിട്ടുകൊണ്ട് വരുന്നു, കപ്പ് വാങ്ങിക്കുന്നു, സംസാരിക്കുന്നു. ആ ഒരു സാധനം നമ്മളുടെ അടിച്ചങ്ങ് അമർപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വട്ടം നിങ്ങൾ സെലിബ്രിറ്റീസിൻ്റെ അത് ഇത് കാണുമ്പോൾ തിങ്ക്, ആർ ദേ ട്രൈങ് ടു മാനിപ്പുലേറ്റ് യു? If you genuinely love cricket, if you genuinely love a player's shot, go for it, love them. അല്ലാതെ ഇതുപോലെ സബ്കോൺഷ്യസ്ലി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുക. RCB എന്നൊക്കെ പറഞ്ഞ് ചാവുക, 14 പേരെ കണ്ട് മരിച്ചു. ഇതൊക്കെ ഒരു മാർക്കറ്റിങ്ങിന്റെ ഭാഗം. അവർക്കൊക്കെ ഇത് വലിയ പരസ്യമാണ്. നിങ്ങൾക്ക് ആലോചിക്കണം, RCBയുടെ റാലിക്ക് 14 പേര് മരിച്ചു എന്നുള്ള ഏറ്റവും വലിയ ന്യൂസ് ഷെയർ ചെയ്യുന്നത് RCBയുടെ മാർക്കറ്റിംഗ് ടീമാണ്. അത് പിന്നെ ഓൾ അറൗണ്ട് ഇന്ത്യ ഫേമസ് ആകുന്നൊരു ന്യൂസാണ്. അപ്പം മരിച്ച പിള്ളേരുടെ അച്ഛനും അമ്മയ്ക്കും അവൻ ചത്തു. പക്ഷെ RCBക്ക് ഇത് വലിയൊരു ഇതാണ്. ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി 14 രക്തസാക്ഷികൾ. ചുമപ്പ് അടിക്കുന്നു, രക്തത്തിന്റെ കളർ കൊടുക്കുന്നു. രക്തസാക്ഷി അറിയാതെ ഒന്നല്ലേ? അല്ല, രക്തസാക്ഷിയും ചുമന്ന കളർ. ഞാൻ അത്രയും നേരം ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. അവിടെ ചുമന്ന ടീഷർട്ട് എന്ന് പറഞ്ഞപ്പോഴേ എന്റെ മൈൻഡില് ചുമന്ന ടീഷർട്ട് എടുത്ത വേറെ കുറച്ച് പേരുണ്ട് നമ്മുടെ നാട്ടില്, രക്തസാക്ഷികളെ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ടീംസ്. അത് ഞാൻ സിനിമ കണ്ട കേട്ടോ, എനിക്കറിഞ്ഞു. സിനിമ കണ്ട, ഞങ്ങളൊന്നും പറയുന്നില്ല. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് സിമ്പിൾസ് ചെയ്യുന്നത്. ഇനിയാണ് നമ്മൾ വൈ ആൻഡ് ഹൗ ദി എലീറ്റ്സ് ആർ യൂസിങ് ദിസ്. എലീറ്റ്സിന്റെ സിംബലിസം എന്താണ്? എലീറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇലുമിനാറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെയും നിങ്ങളുടെയും നിന്റെയൊക്കെ മനസ്സിൽ ആദ്യമേ ഒരു പടം വരും. പിരമിഡ്. ഒരു പിരമിഡ് വരും. ആ പിരമിഡ് എന്ന് പറയുന്നത് 1956 1886 അമേരിക്ക ഫോം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡോളർ ഫോം ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ ഡോളർ ബില്ലിനകത്ത് പിരമിഡിന്റെ പടമാണ്. ഡോളർ ബില്ലിനകത്തുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ, ദ ഫസ്റ്റ് ടൂൾ ഓഫ് മണി കൺട്രോൾ ഇൻ മോഡേൺ എറ, ദ സ്ട്രോങ്ങസ്റ്റ് കറൻസി ഈസ് ഹാവിങ് എ പിരമിഡ് ഇൻ ദെയർ കറൻസി. ആൻഡ് ആ പിരമിഡിന്റെ മുകളിൽ ഒരു ട്രയാങ്കിളിൽ ഒരു കണ്ണും, ഒരാൾ സീയിങ് ഐ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അമേരിക്കയിൽ ഉണ്ടാകുന്ന എല്ലാ വലിയ കമ്പനികളും എന്ന് പറഞ്ഞാൽ പഴയ ചർച്ചുകൾ, വലിയ ടെക്നോളജി കമ്പനികൾ, പാരമൗണ്ട് പിക്ചേഴ്സ് അതൊരു പിരമിഡാണ്. അമ്യൂസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ കമ്പനി, അഡിഡാസിന്റെ കമ്പനി പിരമിഡാണ്. മെർസിഡീസിന്റെ കമ്പനി വരയ്ക്കുന്നത് ഒരു പിരമിഡാണ്, ട്രയാങ്കുലർ പിരമിഡാണ് മുകളിൽ നിന്ന് നോക്കുന്ന. അതുപോലെ തന്നെ മാൽബ്രോയുടെ കമ്പനി ഒരു പിരമിഡാണ്. JD ഇർവിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ നാട്ടിലെ ഭാരത് പെട്രോളിയം, അല്ലെങ്കിൽ നമ്മുടെ പെട്രോളും ഓയിലും ഒക്കെ എടുക്കത്തില്ലേ, അതുപോലെ നോർത്ത് അമേരിക്ക ഫുള്ള് എണ്ണ കൊടുക്കുന്ന കമ്പനിയാണ് ഇർവിംഗ്, അതൊരു പിരമിഡാണ്. യമഹയുടെ സിമ്പിൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പിരമിഡിക്കൽ സ്ട്രക്ചറാണ്, ഒരു ട്രയാങ്കുലർ സാൻഡാണ്. നമ്മൾ പലപ്പോഴും ഇതൊന്നും ചിന്തിക്കത്തില്ല, ബട്ട് ദ കോയിൻസിഡൻസ് ആർ ടു ഓബിയസ്. അതുപോലെ തന്നെ അഡോബി, ദ ടെക് കമ്പനി, അതൊരു പിരമിഡാണ്. അപ്പോൾ ഇതുപോലുള്ള പിരമിഡ് സിമ്പിൾസ് അമേരിക്കൻ ഇതിലും വെസ്റ്റേൺ കൾച്ചറിലും എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പിരമിഡ് മാത്രമാണോ സിമ്പിൾസ്? അല്ല. ഞാൻ ഈ പിരമിഡ്, മൂങ്ങ ഇതുപോലുള്ള 2-3 ഞാൻ പറയും. ഇത് പറയാൻ പോകുന്ന എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോഡ്കാസ്റ്റിന്റെ പകുതിക്ക് ശേഷമേ മനസ്സിലാവും. ഐ എം സെറ്റിംഗ് അപ്പ് സംതിങ്. കുക്കിംഗ്. ഓക്കെ. അതുപോലെ തന്നെ മൂങ്ങ എന്ന് പറയുന്നത്, ഈ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനും ഇനി പറയാൻ പോകുന്നതിനും എല്ലാം ഞാൻ പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യു വിൽ ബി സീയിങ് എ ലോട്ട് ഓഫ് പിക്ചേഴ്സ് ഇൻ ദിസ് പോഡ്കാസ്റ്റ്. അപ്പോൾ മൂങ്ങ അല്ലെങ്കിൽ ഔൾ എന്ന് പറയുന്ന സാധനം എന്താണ് സ്പെസിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിസ്ഡം, രാത്രി, സീക്രസി, നോളജ്, ഇതുപോലുള്ള 3-4 വാക്കുകളാണ്. അറിവ്, സ്റ്റെൽത്ത്, സീക്രസി, ഇതുപോലുള്ള കാര്യങ്ങളാണ് മൂങ്ങ ഡിപ്പിക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ കുറച്ചുകൂടെ അകത്തോട്ട് പോവാണ് ഗൈസ്. മൂങ്ങയ്ക്ക് വേറൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, ഓൾ ഡിഗ്രി വിഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലാവുമ്പോഴേ മൂങ്ങയ്ക്ക് കണ്ണ് കാണാൻ പറ്റും. മാത്രമല്ല തല 360 എന്ന് വെച്ചാൽ എല്ലാം കാണാം. ഓൾ ഡിഗ്രി വിഷനും. മൂങ്ങയ്ക്ക് രാത്രി ആയാൽ മാത്രമേ കണ്ണ് കാണാൻ പറ്റൂ. രാത്രി മൊത്തം പൊട്ടനെ പോലെ നടക്കും, രാത്രി ആകുമ്പോൾ പയ്യൻ ഓണാവും. അങ്ങനെയുള്ള ഒരു ജീവിയാണ് മൂങ്ങ. അപ്പോൾ മൂങ്ങയെ പറ്റി ഞാൻ എന്തിനാ പറഞ്ഞത്? നിങ്ങൾ ആരെങ്കിലും ബൊഹീമിയൻ ഗ്രൂ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ബൊഹീമിയൻ ഗ്രൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സീക്രട്ട് ഗാദറിംഗ്, ഇറ്റ്സ് എ
സീക്രട്ട് മീറ്റിംഗ്. ഈയിടെ ബൊഹീമിയൻ ഗ്രൂപ്പിൽ 2-3 യൂട്യൂബേഴ്സ് പോയിരുന്നല്ലോ. അതിനെ പറ്റി ഞാൻ പറയുന്നുണ്ട്. ഞാനിപ്പോ പറയുന്നതിനെല്ലാം ഫോട്ടോ കൊടുക്കും. യു ഗൈസ് ക്യാൻ പോസ് ആൻഡ് ചെക്ക് ഔട്ട് ദ ഫോട്ടോസ് ബിക്കോസ് എവറി ഫോട്ടോ വി ആർ ഗോയിങ് ടു അപ്ലോഡ് ഇൻ ദിസ് പോഡ്കാസ്റ്റ് വിൽ ബി റിയൽ എന്ന് പറഞ്ഞാൽ ഇവനെ സംബന്ധിച്ചടുത്തോളം റിയൽ ആയിരിക്കും. ഞങ്ങൾക്ക് ഇപ്പോൾ ഉടനെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന് അയച്ചു കൊടുത്തിട്ട് റിയൽ ആണെന്ന് ചോദിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ റിയൽ ആണെന്ന് ഒത്തന്റിക്കേറ്റ് ചെയ്തിട്ടേ ഇടും. അപ്പൊ ബൊഹീമിയൻ ഗ്രൂവ് എന്ന് പറഞ്ഞൊരു ചെറിയ മീറ്റിംഗ് ആണ്, ഒരു സീക്രട്ട് മീറ്റിംഗ് ആണ്, കുഞ്ഞു മീറ്റിംഗ് ആണ്, ഒരു ചെറിയ ക്ലബ്ബാണ്. ആ ക്ലബിലെ മെമ്പേഴ്സ് എന്നൊക്കെ പറയുമ്പം അമേരിക്കൻ പ്രസിഡൻസ്, എലീറ്റ്സ്, 2-3 പേര് ഞാൻ പറയാം. കോളിൻ പോവൽ, ഡിക് ചീനി, ഇതുപോലുള്ള കുറച്ച് ആളുകൾ, ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ആയിട്ടുള്ള ഫൈനാൻസ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ആയ ജെറി ബ്രൗൺ അല്ലെങ്കിൽ JFK, ജോൺ എഫ് കെനഡി, ബിൽ ക്ലിന്റൺ, ജോൺ ഡി റോക്കഫെല്ലർ എന്നൊക്കെ പറഞ്ഞ വേറും പാവം മനുഷ്യർ, ഹെൻറി കിസിംഗർ എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ ആളുകൾ. ഇത് ആളുകൾ ആരാന്നൊക്കെ അറിയാൻ പ്രസിഡന്റിന്റെ പേര് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി അതുപോലെ കോളിൻ പോവൽ എന്ന് പറഞ്ഞ സെക്രട്ടറി ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രസിഡന്റുകൾ മാറും, പക്ഷെ പുള്ളി സെക്രട്ടറി ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തന്നെയാണ് വർഷങ്ങളോളം. സീ ദ പവർ. പ്രസിഡൻസ് നമ്മൾ വിചാരിക്കും പ്രസിഡന്റ് ആണ് ഏറ്റവും വലിയ പവർ. നോ, 5 വർഷം കഴിയുമ്പോൾ ഓഫീസിൽ നിന്ന് പോകണം. പക്ഷെ ദ റിയൽ പവർ ലൈസ് ഇൻ ദി നോൺ എലക്റ്റഡ് സുപ്രീം ലീഡേഴ്സ്. അതുപോലെ ആളുകളാണ് കോളിൻ പവൽ. അതുപോലെ ഡിക് ചീനിയാണ് ആരാന്ന് ചോദിച്ചാൽ ഇറാനിൽ മാസ് വെപ്പൺ ഓഫ് ഡിസ്ട്രക്ഷൻ ഉണ്ട്, ഇറാൻ ഇന്ന് അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ ഇറാൻ നാളെ ലോകം നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് 20 കൊല്ലം അവിടെ മില്യൺസ് ഓഫ് ചിൽഡ്രനെ ബോംബ് ചെയ്ത് കൊന്ന പാവപ്പെട്ട ഒരു മനുഷ്യനാണ് ഡിക് ചീനി. ഇതൊരു നിഷ്കളങ്ക മനുഷ്യനാണ്. ഒരു 15 ലക്ഷം കുഞ്ഞുങ്ങളെങ്കിലും അയാളുടെ ബോംബിങ് മരിച്ചതാണ്. 20 million 20 million 10 million എന്നൊക്കെ പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 15 lakh ചിൽഡ്രൻ മീൻസ് 0 to 4. ഇതാണ് അൺഒഫീഷ്യൽ കണക്ക്. ഞങ്ങൾക്ക് അറിയത്തില്ല. പെന്റഗൺ വിടുന്നത് 2 മില്യൺ പേരെ മരിച്ചിട്ടുള്ളതാണ്. പെന്റഗൺ വിട്ടത് തന്നെ 2 മില്യൺ. പെന്റഗൺ പറഞ്ഞത് തന്നെ 20 ലക്ഷം പേരെന്നാ. അപ്പോ പെന്റഗൺ കൊന്നത് കുഞ്ഞുങ്ങളെ അമ്മമാരെ അല്ല. അപ്പോ യഥാർത്ഥത്തിൽ എന്തായിരിക്കും? പോട്ടെ. ഇവിടുത്തെ പിള്ളേരൊക്കെ കോൾ ഓഫ് ഡ്യൂട്ടിയിലെ മിഷൻ പോകുന്നു, ഇറാഖിൽ ചെല്ലുന്നു, കൊല്ലുന്നു. USA ഗ്രേറ്റ്. USA ഗ്രേറ്റ് അല്ല ഗൈസ്, വൺ ഓഫ് ദി വേർസ്റ്റ് കൺട്രി. അത് പോട്ടെ, അത് നമുക്ക് ഒരു പണ്ടൊക്കെ എനിക്ക് അമേരിക്ക പോകണം. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞ റഷ്യ പോകണം. റഷ്യ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് കൺട്രീസ് ദാറ്റ് ഈസ് സ്റ്റിൽ ഹാവിങ് എന്താ പറയുന്ന ഡെവലപ്ഡ് സ്റ്റാറ്റസ്. ബാക്കി എല്ലാ കൺട്രിയും ഈ എലീറ്റ്സിന്റെ അറ്റാക്കിൽ പെട്ടു. ഈ ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്കാണ്. അമേരിക്കക്ക് എന്ത് പറ്റി, എങ്ങനെയായിരുന്നു അമേരിക്ക. അപ്പോൾ ഈ ബൊഹീമിയൻ ഗ്രൂവിലെ ആളുകൾ ഇവരൊക്കെയാണ്. ഈ ക്ലബിൽ എന്താ എന്ന് അറിയാവോ? എല്ലാ വർഷവും ഒരു ദിവസം ഇവർ മീറ്റ് ചെയ്യും. ബൊഹീമിയൻ ഗ്രൂവ് എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ ഒരു സീക്രട്ട് സ്ഥലത്ത് ഇവര് മീറ്റ് ചെയ്തിട്ട് ഒരു വലിയൊരു മൂങ്ങയുടെ പ്രതിമയുടെ മുന്നിൽ ഇവര് മീറ്റ് ചെയ്തിട്ട് ഇവരെന്തോ ചെയ്യുന്ന അറിയാവോ? ഈ ബിൽ ക്ലിന്റണും ജോൺ എഫ് കെനഡിയും ഈ പറയുന്ന ഡിക് ചീനി മറ്റേ കോട്ട് സൂട്ടൊക്കെ വയ്ക്കുന്ന ആൾ മുതൽ എല്ലാവരും ഫുൾ റോബ് ധരിച്ച് മുഖം മൂടിയിട്ട് മൂങ്ങയുടെ മുന്നിൽ ഫേക്ക് ഹ്യൂമൻ സാക്രിഫൈസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ബട്ട് റീസെന്റ് എ യൂട്യൂബർ ഗോട്ട് ഇൻ ടു ദ ബൊഹീമിയൻ ഗ്രൂവ് ആൻഡ് ഷൂട്ടഡ് ദാറ്റ് എ ലൈവ് ഹ്യൂമൻ വാസ് ബീയിങ് സാക്രിഫൈസ്ഡ് വിത്ത് ദ നോളജ് ഓഫ് ദാറ്റ് ഹ്യൂമൻ. യൂട്യൂബർ എവർ സിൻസ് ഡിസപ്പിയർഡ്. യെസ്, ആ യൂട്യൂബർ പോയി. പക്ഷെ ആ യൂട്യൂബർ ലോകം മുഴുവൻ ആ വീഡിയോ പ്രചരിപ്പിച്ചിട്ടാണ് വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു. പക്ഷെ എന്നാലും പ്രൈവറ്റ് ആയിട്ട് സേവ് ചെയ്ത ചെറിയ ഇപ്പോഴും ഉണ്ട്. സ്ക്രീൻഷോട്ടും മറ്റേ റെക്കോർഡും ഒക്കെ ഉണ്ട്. ഡാർക്ക് വെബിലൊക്കെ ഇഷ്ടംപോലെ. യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല. പിന്നെ ഗൂഗിളിൽ ചില ഇത് കിട്ടും, ഫ്രെയിംസ് കിട്ടും. അപ്പോ ലൈവ് ഹ്യൂമനെ കൊണ്ടുപോകുന്നതും ഒരു കിടക്കയിൽ കൊണ്ടുപോകുന്നതും മറ്റേ റോക്കി സിനിമയിലില്ലേ, റോക്കി സിനിമയിൽ 2-3 പേരെ ആടിന്റെ കണക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ബലി കൊടുക്കാൻ. സെയിം സ്റ്റഫ് ഗൈസ്. ആൻഡ് ഹൂ ഈസ് ഡൂയിങ് ദിസ്? JFK, ജോൺ എഫ് കെനഡി, ബിൽ ക്ലിന്റൺ, റിപ്പബ്ലിക്കൻ പ്രസിഡൻസ്, ഡെമോക്രാറ്റിക് പ്രസിഡൻസ്, ലോകത്തുള്ള ഇവരെല്ലാം ഇത് ചെയ്യുവാണ്. എന്തിനാണ്? ആർക്കും അറിയത്തില്ല. ഇത് ചെയ്തു കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നത്? ഇത് ചെയ്തു കഴിഞ്ഞ് ഹ്യൂമൻ സാക്രിഫൈസും ചെയ്ത് എന്താ പറഞ്ഞ ഏൻഷ്യൻ ചാൻറ്റിങ്ങും സിംപിൾസും മന്ത്രവും കൈ പിടിച്ചുള്ള ഡാൻസും ഒക്കെയാണ്. ഈ ആളുകൾ വിശ്വസിക്കാൻ പറ്റുമോ? എടാ, നമ്മൾ 10 വയസ്സുള്ള പിള്ളേർ ഇത് ചെയ്യത്തില്ല.
പക്ഷെ ഇവരെന്തോ കാരണത്താൽ ഈ മൂങ്ങയുടെ മുന്നിൽ മനുഷ്യനെ കുരുതി കൊടുത്തിട്ട് ഈ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇതുപോലെ ചെയ്യുകയാണ്. ഇത് ചെയ്യുന്നതിൻ്റെ എല്ലാ പടം ഇവിടെ വരും, നിങ്ങൾ കാണുക. ഇതെല്ലാം ചെയ്യുന്നത് രാത്രിയാണ്. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇവർ പോയി കഴിഞ്ഞ് ലോകത്തിൻ്റെ അടുത്ത 2-3 ആഴ്ചകളിൽ വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കും. എപ്പോഴും അങ്ങനെയാണ്. എല്ലാ വർഷവും വലിയ ഈ സംഭവിക്കുമെന്ന് പറയുന്നത് ഗ്ലോബൽ ഇവന്റ്സ് ആണ്. ഒന്നെങ്കിൽ കൊറോണ വരും, അല്ലെങ്കിൽ സുനാമി വരും, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയും, അല്ലെങ്കിൽ എന്താ പറയുന്നത് 9/11 സംഭവിക്കും. 9/11 മുന്നേ ഇതുണ്ടായിരുന്നു. ഇതുപോലെ പല പല കാര്യങ്ങൾ സംഭവിക്കും. ഇതുപോലെ സംഭവിച്ച ഏറ്റവും വലിയ കാര്യങ്ങൾ ഒന്നാണ് മാൻഹാറ്റൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ദി പെർമിഷൻ ടു ടെസ്റ്റ് ആൻഡ് ഫയർ ന്യൂക്ലിയർ വെപ്പൺസ് വാസ് ഡൺ ഓൺ മാൻഹാറ്റൻ പ്രോജക്റ്റ് 1942. അതും അപ്പം ഒരു ഹൈപ്പോതെസിസ് ഉണ്ടായിരുന്നു, ചിലപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ കത്തിപ്പോകും. അതെ. അപ്പോൾ ഈ മാൻഹാറ്റൻ പ്രോജക്റ്റ് ഇവരെങ്ങനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നത് ബഹീമിയനിലുള്ള സെക്രട്ടറി, ഇത് അപ്രൂവ് ചെയ്യുന്നത് ബഹീമിയനിലുള്ള പ്രസിഡന്റ്, ഇത് ഒപ്പുവെക്കുന്നത് ബഹീമിയനിലുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജനറൽ. അത്ര പവർഫുൾ ആണ് ആ ക്ലബ്ബ്. ആ ക്ലബ്ബിലെ ആളുകൾ പോയി മൂങ്ങയുടെ മുന്നിൽ പാട്ടും പാടി മനുഷ്യനെ തീ കത്തിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് സുഖമായിട്ട് തിരിച്ചു വരിക. അപ്പോൾ മാൻഹാറ്റൻ പ്രോജക്റ്റ് ഇതുപോലെ ഒരു ബൊഹീമിയൻ ഗ്രൂപ്പ് പാർട്ടി നടന്നേണ്ട അടുത്ത ആഴ്ച നടന്നതാണ് ഇൻഡോ പാക് യുദ്ധം. ഇന്ത്യയിൽ മറ്റേ 1971 അമേരിക്കയും ബ്രിട്ടീഷും എല്ലാവരും കൂടെ ന്യൂക്കിടാൻ വന്നല്ലോ, അത് ബൊഹീമിയൻ എടുത്ത തീരുമാനമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നടന്ന റേഗന്റെ പ്രസിഡൻസി, റൊണാൾഡ് റേഗൻ എന്ന് പറയുന്ന ഇന്ത്യ പാകിസ്ഥാൻ 1971 യുദ്ധത്തില് ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് സോൾജേഴ്സിനെയും കൊണ്ട് കയറി. അപ്പത്തേക്കും അവിടെ ഒരു സ്റ്റേൽമേറ്റ് പോലെ ഇന്ത്യ ഫുള്ള് പിടിച്ചടക്കി വരിക. ഇന്ത്യ നിയർലി വോൺ ദ ഗെയിം. പക്ഷെ അപ്പോ ഈ ബൊഹീമിയൻ നടക്കുന്നുണ്ടായിരുന്നു. ആ നടന്നതിന് ശേഷം USA-യും ബ്രിട്ടനും ഒരുമിച്ച് തീരുമാനം എടുത്തു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയെ കൊല്ലാൻ ദ 7th ഫ്ലീറ്റും ബ്രിട്ടീഷ് ന്യൂക്ലിയർ ഡിസ്ട്രോയേഴ്സും ബേ ഓഫ് ബംഗാളിലും നമ്മളുടെ ഈസ്റ്റേൺ ബംഗാളിലും വന്ന് നിൽക്കുകയാണ്. അങ്ങനെ നിന്നപ്പോഴാണ് റഷ്യ വന്ന് പറഞ്ഞത് അറ്റാക്കിംഗ് ഇന്ത്യ വുഡ് റിസൾട്ട് ഇൻ എ ഡയറക്റ്റ് അറ്റാക്ക് ടുവേർഡ്സ് മോസ്കോ ആൻഡ് ടുമോറോ മോർണിംഗ് ദർ വിൽ ബി നോ ലണ്ടൻ. ടുമോറോ മോർണിംഗ് ദർ വിൽ ബി നോ ലണ്ടൻ. അങ്ങനെ തിരിച്ചു പോയതാണ്. പുട്ടിനല്ല കൊർണിച്ചോവോ, അതുപോലത്തെ പയ്യനാ, നമ്മുടെ അപ്പോഴത്തെ റഷ്യൻ പ്രസിഡന്റാ പറഞ്ഞത്. അപ്പോ പുട്ടിനൊക്കെ ഇപ്പൊ വന്നതാ. പുട്ടിൻ വന്നിട്ട് 25 വർഷം ആയില്ലല്ലോ. അപ്പോൾ അങ്ങനെ നടന്ന സംഭവമാണ്. അപ്പോൾ ഇതുപോലെ നടന്നതാണ് റേഗൻ പ്രസിഡൻസി എന്ന് പറഞ്ഞാൽ റൊണാൾഡ് റേഗൻ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ബൊഹീമിയൻ ക്ലബിൽ വന്ന് കുറെ കാര്യങ്ങൾ പ്രോമിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത വട്ടം റൊണാൾഡ് റേഗൻ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആവുന്നു. വലിയ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. പ്രസിഡന്റ് ആവുന്നു. ആ പ്രസിഡൻസി കഴിഞ്ഞിട്ട് റൊണാൾഡ് റേഗൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ലേബർ മൂവ്മെന്റുകളെല്ലാം സപ്രസ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അവന്റെ 4 വർഷം കൊണ്ട് മിഡിൽ ക്ലാസ് ഇല്ലാതായി. ആ ഒരു ഇൻകം ഗ്യാപ്പ് ഭയങ്കരമായിട്ട് വലുതായി. കാശുള്ളവനും കാശില്ലാത്തവനുമായി. അതുപോലെ തന്നെ നിയോ ലിബറലിസം എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ടേമാണ്. ഈ ഞാൻ ആണല്ല, ഞാൻ പെണ്ണല്ല, എനിക്ക് എന്ത് ഉപയോഗിക്കാം, ഞാൻ കഞ്ചാവ് അടിക്കാം, ഞാൻ ലിബറൽ അല്ല, ഞാൻ ലിബറലാണ്, ഇതുപോലുള്ള വട്ടുകൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തു. അതുപോലെ തന്നെ മിലിറ്ററി ഇന്റർവെൻഷൻസ് ഇറാഖില്, ഇന്ത്യയില്, അവിടെ ഇവിടെ എല്ലാം. അപ്പോൾ ഈ ബൊഹീമിയൻ ഗ്രൂപ്പ് എന്താണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വെരി പവർഫുൾ പീപ്പിൾ ദാറ്റ് ഇൻഫ്ലുവൻസസ് ദി ഗ്ലോബൽ ഇവന്റ്സ്. അവിടെ ഒരു മീറ്റിംഗ് നടന്നാൽ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയും. ഇമാജിൻ ദെയർ പവർ. അപ്പൊ വേറൊരു കാര്യം ആലോചിച്ചോ, ഇഫ് ഐ ഗെറ്റ് ടു ദ ടോപ്പ് ഓഫ് സംതിങ്, ഇന്ത്യയിലെ ഇപ്പം എന്തെങ്കിലും ഒരു സംഭവത്തിലെത്തി, പക്ഷെ ഞാനൊരു അണ്ടർ ഡോഗ് ആന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ നമ്മുടെ റോയിന്റെ ഓഫീസർ ഉണ്ടല്ലോ അജിത് ദോവാലും അതേപോലെ ഈ രത്തൻ ടാറ്റയും അതുപോലത്തെ ഇന്ത്യയിലെ അംബാനി ചങ്ക് ബഡീസാ. ശനിയാഴ്ച വെള്ളം അടിക്കുമ്പോ പറയാ ഈ കമ്പനിയെ പൂട്ടണം. ഓക്കെ, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അജിത് ഡോവാലും രത്തൻ ടാറ്റയും നരേന്ദ്രമോദിയും കൂടെ പോയ ഒരു മൂങ്ങയുടെ മുന്നിൽ ഒരാളെ കത്തിച്ചിട്ട് പാട്ടും ഡാൻസും പാടിയിട്ടാണ് ഈ തീരുമാനം എടുക്കുന്നത്. ദാറ്റ് ഈസ് ഡിഫറെന്റ്. ഈ മൂങ്ങയുടെ മുന്നിൽ പറയുമ്പോൾ ഐ വിൽ ഗിവ് യു ദി എവിഡൻസ്, ഡിലീറ്റ് ആവോ ഇല്ലയോ വി ഡോണ്ട് കെയർ, ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുന്നു, ഡിലീറ്റ് ആയോ ഇറ്റ്സ് ഓക്കെ, യുവർ ലോസ്. അപ്പോ അതാണ് ഞങ്ങൾ പറയുന്നത്. ദാറ്റ്സ് സ്ട്രേഞ്ച്.
പിന്നെ ഞാൻ വേറെ കുറെ ഉണ്ട് ഈ ബൊഹീമിയൻ ഗ്രൂവില് കാനിബലിസം ഒക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് കാനിബലിസം ഉണ്ട് അവിടെ ബൊഹീമിയൻ ഗ്രൂവിലെ ഡിന്നർ. അത് ഞാൻ പറയാഞ്ഞതാണ്, കാരണം കാനിബലിസം യൂട്യൂബ് കേട്ടിട്ട് ചിലപ്പം നമ്മളിനി ആ വാക്കിന് തീറ്റ എന്നാ പറയണത്. ആ വാക്കിന് തീറ്റ എന്ന് പറയും. മനുഷ്യരെ കഴിക്കുന്ന ആളുകൾ അവിടെ വരും. ഈ ആളുകളെല്ലാം ഇത് കഴിക്കും എന്നാണ് പറയുന്നത്. അതിന് ഒത്തിരി തെളിവുകളുണ്ട്. ബട്ട് വി ആർ നോട്ട് ഗോണ പ്രൊവൈഡ് ദാറ്റ്. ഞങ്ങൾക്ക് നേരിട്ട് തെളിവില്ലാത്തത് കൊണ്ട് മാത്രമല്ല, വി ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് ദാറ്റ്. Keep it that way. If you want to go deep, black, do your research, guys. Dark web-ലൊക്കെ പോയാൽ മതി. അപ്പോൾ ഇതാണ് മൂങ്ങയുടെ പ്രതിഭാസം. ഇനി അതുപോലുള്ളൊരു പ്രതിഭാസമാണ് പെൻറ്റഗ്രാമും 666 എന്ന് പറയുന്ന സാധനവും. കേട്ടിട്ടുണ്ടോ? പെൻറ്റഗ്രാം എന്ന് പറഞ്ഞാൽ 5 കാലുള്ള ഒരു നക്ഷത്രം. ഈ 666 എന്ന് പറയുന്നതും പെൻറ്റഗ്രാമും വളരെ ക്ലോസ്ലി ടൈഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഡെവിളുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഹൗ എന്ന് പറഞ്ഞാൽ 666 ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് ഡെവിൾ. സാത്താൻ വരുമ്പോൾ 666 വരുന്നത് എന്നൊക്കെ ബൈബിളില്, ഖുറാനില്, എല്ലാത്തിലും ഉണ്ട്. 666 ഈസ് എ ഡിമോണിക് നമ്പർ. അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിക്കൂടെ? അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിക്കൂടെ എന്ന് ചോദിച്ചാൽ, മാർക്കറ്റും പ്രോഡക്ട്സും വരുന്നതിന് മുന്നേ 6,000 years ago എഴുതിയ പുസ്തകങ്ങളിലാണ് ഇതുള്ളത്. മാർക്കറ്റ് ജസ്റ്റ് കെയിം 200 years ago. Yeah, you sure about that? Yeah. Okay. അപ്പോൾ ഈ 666 എന്നുള്ളത് പേഗനിസം അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഡാർക്ക് മാജിക്, ഇതുപോലുള്ള ഈ മാജിക് കാണിക്കുന്നു, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ ഡീമണിനെ സമൺ ചെയ്യുന്നു. ഈ വിച്ചസ് ഒക്കെ 666 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 666 ഇപ്പൊ കേൾക്കുന്ന പലർക്കും അറിയാം ഇത് ഡിമോണിക് ആണെന്ന്. നിങ്ങൾക്ക് പലതും എക്സ്പീരിയൻസ് ആണ്, നിങ്ങളുടെ മതം പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ ഈ പടത്തിൽ ഇപ്പൊ കൊടുക്കുന്നുണ്ടായിരിക്കും. ഗൂഗിൾ ക്രോമിന്റെ സിമ്പിൾ കണ്ടിട്ടുണ്ടോ? ഇറ്റ്സ് 3 6s. ഗൂഗിൾ ക്രോം 6 6s ആണ്. എന്ന് പറഞ്ഞാൽ 6 6 6. ഇത് 3 6 ആണ്. അതുപോലെ തന്നെ വാൾട്ട് ഡിസ്നിയുടെ സിമ്പിൾ കണ്ടിട്ടുണ്ടോ? യു വിൽ ഹാവ് വിറ്റ്നസ്ഡ് 3 6s കെയർഫുള്ളി എന്താ പറയുന്നത്, ഇൻസേർട്ടഡ് ഇൻ വാൾട്ട് ഡിസ്നിയുടെ പേരിൽ. ഒരാവശ്യമില്ലാത്ത കുറച്ച് ഡിസൈൻസ്, ബാക്കി എല്ലാം സെയിം ആയിട്ട് എഴുതും. പക്ഷെ 3 6 അവിടെ ആവശ്യമില്ലാതെ കൊടുക്കും. നീ കണ്ടു കാണത്തില്ല. അതാണ് പറയാൻ വന്നത്. ബെൻസിൻ്റെത് അതുപോലെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ മോൺസ്റ്റർ എനർജി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മറ്റേ കുടിക്കുന്നത്. ഹീബ്രു ലെറ്ററിൽ 6 എങ്ങനെയാണെന്ന് അറിയാവോ? ഇങ്ങനെ ഒരു വര. മോൺസ്റ്റർ എനർജി ഈസ് 666. മുകളിലൊരു കുത്തുണ്ട്. മോൺസ്റ്റർ എനർജി നമ്മൾ കാണുമ്പോൾ എന്താ കഴിക്കുന്നത്, ആരും ഇങ്ങനെ കുത്തിയെന്നല്ലേ. പക്ഷെ കുത്തിയാൽ അങ്ങനെ ഇങ്ങനെ ഒരു കുത്ത്. മനസ്സിലായോ? അപ്പോൾ 666 ആണ്. അതുപോലെയുള്ള 100 കണക്ക്, ഹീബ്രുവിലാണ് ആ 6, അതുപോലെയുള്ള 100 കണക്ക് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കിവിടെ കൊടുക്കത്തില്ല. ഞാൻ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന 3-4 ബ്രാൻഡിൻ്റെ അത് പടം ഞാൻ കൊടുത്തിരിക്കും, നിങ്ങളത് കാണുക. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്കൊരു ചോദ്യം ചെയ്യും, നിനക്കും തോന്നി കാണും, വൈ ഇല്ലേ? ടു കൺട്രോൾ. എന്തിനാണ്? അല്ലെങ്കിൽ ഈ പടം കൊടുത്തു കഴിഞ്ഞാൽ ഹൗ ഡു ദേ കൺട്രോൾ? ടു കൺട്രോൾ എന്ന് നമുക്ക് മെസ്സേജ് എന്ന് പറയാൻ പറ്റും. യെസ്, കൺവേ എ മെസ്സേജ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ആൻസർ ആണ്. ഇവർക്കിത് കൊടുക്കാതിരിക്കാം, പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഗൂഗിൾ ക്രോം 666 ആക്കുന്നു, അല്ലെങ്കിൽ വാൾട്ട് ഡിസ്നിയിൽ 666 വരുന്നു, മോൺസ്റ്റർ എനർജിയിൽ 666 വരുന്നു. എന്തുകൊണ്ട്? വൈ? അപ്പോൾ ഈ വൈ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് പോകുമ്പോൾ എന്താ പറയുന്നത്, ഈ ഏൻഷ്യന്റ് പിരമിഡ് സ്ട്രക്ചർ ഡോളറിൽ വന്ന കാര്യം ഞാൻ പറഞ്ഞു. ബന്ധമുണ്ടോ? ഉറപ്പായിട്ടും അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. How would a pyramid be represented? A pyramid in Egypt be represented in a free American dollar bill? No idea. Yeah. How in the possible world would there be a connection? No idea. എന്ത് കണക്ഷനും? ഒരു കണക്ഷനും ഇല്ല. ആ പിരമിഡ് അവിടെ എഴുതിയിട്ട് ആ പിരമിഡിന്റെ താഴെ മുകളിൽ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, അന്വൈറ്റ് കോപ്പിറ്റിസ്. അന്വൈറ്റ് കോപ്പിറ്റിസ് എന്ന് പറഞ്ഞാൽ ഹി ഫേവേഴ്സ് അവർ അണ്ടർടേക്കിംഗ്. മസ്കിന്റെ ഉടുപ്പിൽ എഴുതിയേക്കുന്ന വേറെ, അത് ഞാൻ പറഞ്ഞുതരാം. അന്വൈസ് കോപ്പിറ്റിസ് എന്ന് എഴുതിയേക്കുന്നത്. പിരമിഡിന്റെ മുകളിൽ ഒരു കണ്ണുണ്ട്, ആ കണ്ണിന്റെ അവിടെ എഴുതിയേക്കുന്നത് അന്വൈസ് കോപ്പിറ്റിസ് എന്ന് പറഞ്ഞാൽ ഹി ഫേവേഴ്സ് അവർ അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ പിരമിഡിലെ കണ്ണിന്റെ അവിടുത്തെ ആള് ഞങ്ങളുടെ ഈ ലോകത്തിന്റെ അണ്ടർടേക്കിംഗ് ഫേവർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആരാണോ അവൻ ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. അത് കഴിഞ്ഞ് ഇനിയുണ്ട്, പിരമിഡിനകത്ത് 13 സ്റ്റെപ്പുകളുണ്ട്.
ഈ പിരമിഡ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 13 സ്റ്റെപ്സ് ആ ഡോളർ ബില്ലിൽ. ആ 13 സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേറെ ഒരു റാഷണൽ ഐഡിയാസും ഇല്ല. അവർ പറയുന്നത് 13 അതുണ്ട്, 13 ട്രൈബ് ഉണ്ട്. നോ, യഥാർത്ഥത്തിൽ ആ പിരമിഡും ആ ബില്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് ഇറ്റ്സ് റോക്കഫെല്ലർ ആൻഡ് റോത്ത്ഷൈൽഡ് ഫൗണ്ടേഷൻ. നമ്മൾ ഈ ഫെഡറൽ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഫെഡറൽ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഗവൺമെന്റ് ആണ്. നോ, ഫെഡറൽ ബാങ്കിങ് സിസ്റ്റം ഇൻ അമേരിക്ക ഈസ് കൺട്രോൾ ബൈ 5 പ്രൈവറ്റ് ഇൻഡസ്ട്രീസ്. 5 കമ്പനികൾ ചേർന്ന് ഒപ്പിട്ട് ഞങ്ങൾ നിങ്ങളുടെ രാജ്യത്തിലേക്ക് നോട്ട് അടിക്കാം, നിങ്ങൾ അതിന് ഗോൾഡ് ഞങ്ങൾക്ക് തന്നാൽ മതി. ദാറ്റ് ഈസ് ദ ഓൺലി തിങ്. അതൊരു പ്രൈവറ്റ് കമ്പനിയാണ് അമേരിക്കയിലെ ഫെഡറൽ ബാങ്കിങ് സിസ്റ്റം. അപ്പോൾ ഈ 13 സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ഇലുമിനാറ്റി അല്ലെങ്കിൽ ദ മെയിൻ ഫാമിലിന്റെ ബ്ലഡ് ലൈനിൽ 13 ബ്രാഞ്ച് ഫാമിലീസ് ആണുള്ളത്. ആൻഡ് ഈച്ച് ഫാമിലി ഈസ് ഇൻ എ ഹൈറാർക്കി. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ 4 പേരെന്നല്ല, ഒരു ബ്ലഡ് ലൈൻ ആണ്. ആ ബ്ലഡ് ലൈനിൽ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ഒരു ഫാമിലി മുതൽ താഴേക്ക് 13 ബ്രാഞ്ച് ഫാമിലീസ് ഉണ്ട്. യെസ്. ഹൗ ഈസ് ദ ജ്യൂസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രഡിക്ഷൻ. എനിക്ക് പലപ്പോഴും മിസ്റ്ററീസ് ഇൻ ദ വേൾഡ് സംടൈംസ് go end up in Israel. പല മിസ്റ്ററീസും പല ബ്ലഡ് ലൈനും പല ഏലിയൻ തിയറീസും എല്ലാം അന്വേഷിച്ച് ചെല്ലുമ്പോ ഇസ്രായേലിൽ. ഞാൻ ഒരു രീതിയിൽ അനുനാക്കിന്റെ അതും അന്വേഷിച്ച് ഇസ്രായേലിൽ ഗോ ടു ഇസ്രായേൽ. അനുനാക്കി അന്വേഷിച്ച് ചെന്നാൽ ഇസ്രായേലിലെത്തും. സൊറാസ്ട്രിയനിസം അന്വേഷിച്ച് ചെന്നാൽ ഇസ്രായേലിലെത്തും. എന്താ പറയുക, ക്രിസ്ത്യാനിറ്റി അന്വേഷിച്ച് ചെന്നാൽ ഇസ്രായേലിലെത്തും. ഇനി ഇസ്രായേലിന്റെ ഇതിനകത്ത് ഖുർആൻ അന്വേഷിച്ച് ചെന്നാലും ഇസ്രായേലിൽ തന്നെ എത്തുന്നത്. ഇപ്പൊ ഖുർആനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ലോകത്ത് എന്ത് അന്വേഷിച്ച് ചെന്നാലും ഇസ്രായേലിലാണ് എത്തുന്നത്. അപ്പോ അത് പോട്ടെ. എനിക്ക് തിങ് അബൌട്ട് ജ്യൂസ് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര എന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല. ഡു യുവർ റിസർച്ച്. നിങ്ങൾ അത് റീസെർച്ച് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഈ പിരമിഡിന്റെ മുകളിൽ ഒരു ഐ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരു കണ്ണ്, എല്ലാം കാണുന്ന കണ്ണ്. ഞാൻ ഫോട്ടോ കൊടുക്കാം. ആ കണ്ണ് അവർ പറയുന്നത് ക്രിസ്ത്യൻ ഗോഡാണ്, ഗോഡ് എല്ലാവരെയും കാണുന്നതാണ്. ബട്ട് ഈ കണ്ണിന്റെ സിമ്പിൾ ക്രിസ്ത്യാനിറ്റി പ്രീഡേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിളാണ്. ഈ കണ്ണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദി ഐ ഓഫ് ഹോറസ് എന്ന് പറയുന്ന ഒരു കണ്ണാണ്. ഈജിപ്ഷ്യൻ മിത്തോളജിയിലെ ഹോറസ് എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ കണ്ണാണ്. ഈ കണ്ണെങ്ങനെ ഒന്നായത് എന്ന് പറയുമ്പോൾ അവരുടെ മിത്തോളജിയിൽ ഒരു ഇതുണ്ട്. ഹോറസ് എന്ന് പറയുന്ന ദൈവം യുദ്ധത്തിന് പോകുമ്പോൾ ഒരു കണ്ണ് നഷ്ടപ്പെടും. ആ യുദ്ധത്തിൽ നഷ്ടപ്പെട്ട ഒരു കണ്ണ് കണ്ടുപിടിക്കുന്നത് തോട്ട് എന്ന് പറയുന്ന അറ്റ്ലാന്റിയനാണ്. ആ തോട്ട് എന്ന് പറയുന്ന അറ്റ്ലാന്റിയനാണ് ലോകത്തിലെ ബ്ലഡ് ലൈനും ഇസ്രായേലിന്റെ പവറും ഇതെല്ലാം കൊടുത്ത ദൈവതുല്യമായ രാജാവ്. ആ കണ്ണ് കണ്ടുപിടിച്ച തോട്ടിൽ നിന്നാണ് ഇന്ന് ഇസ്രായേൽ ബ്ലഡ് ലൈൻ ഉണ്ടായത്. There is a connection of that eye to the dollar ബില്ലിലുള്ള അതല്ലേ മസ്കിന്റെ. യെസ്, മസ്കിന്റെ സർക്കിള് എന്താ എഴുതിയെന്ന് ഞാൻ പറയാം. മെറ്റ് ഗാലയ്ക്ക് പോയപ്പോ മസ്കിന്റെ ഷർട്ടിലും ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ആ കാര്യം ഡോളർ ബില്ലിന്റെ ഏറ്റവും താഴെയിലും എഴുതിയിട്ടുണ്ട്. ഞാൻ പടം കൊടുക്കാം ഗൈസ്. എഴുതിയേക്കുന്നത് എന്താന്ന് വെച്ചാൽ നോവസ് ഓർഡോ സെക്ലോറം. നോവസ് ഓർഡോ സെക്ലോറം ഇലോൺ മസ്കിന്റെ ഷർട്ടിലും ഡോളർ ബില്ലിന്റെ ഏറ്റവും താഴെയും എഴുതിയേക്കുവാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നോവസ് ഓർഡോ സെക്ലോറം എന്ന് പറഞ്ഞാൽ ന്യൂ ഓർഡർ ഓഫ് ദി ഏജസ്. ന്യൂ ഓർഡർ ഓഫ് ദി ഏജസ് എന്ന് പറയുമ്പോൾ വി ആർ ഗോയിങ് ടു ദി സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ദ സെക്കൻഡ് ഫേസ് ഓഫ് അവർ പോഡ്കാസ്റ്റ്, ദ ന്യൂ വേൾഡ് ഓർഡർ. എന്താണ് ന്യൂ വേൾഡ് ഓർഡർ എന്ന് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. സിംഗിൾ ഗവൺമെന്റ്. ഓഫ് കോഴ്സ്. ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജ് ബുഷ്, JFK അല്ലെങ്കിൽ എന്താ പറയുന്നത് പല ഗവൺമെന്റ് ഇൻക്ലൂഡിങ് ഡൊണാൾഡ് ട്രംപ്, എന്തിന് മോദി പോലും, അല്ലെങ്കിൽ WEF ക്ലോസ് ഷോബ്, ജർമ്മനിയുടെ ലീഡർ ജസ്റ്റിൻ ട്രൂഡോ, ഇവരെല്ലാം കോവിഡ് വന്നപ്പോൾ പറഞ്ഞ ഒരു വീഡിയോ, അത് ഞാൻ പറ്റുമെങ്കിൽ കൊടുക്കാം, വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ദിസ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ, ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ വൺ വേൾഡ് ഗവൺമെന്റ് ഈ ലോകത്ത് കൊണ്ടുവരാൻ നോക്കുക അവർ. ഓൾ വെസ്റ്റേൺ ഗവൺമെന്റ്സ് ആർ ഫോഴ്സിങ് ടുവേർഡ്സ് എ വൺ വേൾഡ് ഗവൺമെന്റ്. ഈ വൺ വേൾഡ് ഗവൺമെന്റ് നിങ്ങൾ പറയും ഓ അതൊന്നും പറ്റത്തില്ല, അതൊക്കെ ചുമ്മാ പറയല്ലേ. ഗൈസ്, look what's happening in Europe. Exactly. There is a body of people governing the leaders of countries. European Union. Satya. Bro,
imagine their people are being governed by people who are being governed by other people, non-elected people. ഞാൻ ഇറ്റലിയില് ഫ്രാൻസിലുള്ള ആളുകളെ ഞാൻ വോട്ട് ചെയ്ത് എന്റെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആക്കും. പക്ഷെ ആ പ്രസിഡന്റുമാരെ ഇതുപോലുള്ള 10-24 രാജ്യത്തിന്റെ പ്രസിഡന്റിനെ കൺട്രോൾ ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് നോൺ എലക്റ്റഡ് ബ്ലഡ് ലൈനിലുള്ള ജൂയിഷ് ആളുകളാണ്. യൂറോപ്യൻ യൂണിയൻ ആൻഡ് മോസ്റ്റ് ഓഫ് ദി യൂറോപ്യൻ മെമ്പേഴ്സ് ആർ ജൂയിഷ്. യൂറോപ്യൻ എല്ലാ എലീറ്റ്സും മിക്കവരും ജൂയിഷാ. അതെങ്ങനെയാ ബ്രോ? നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മസ്ക് ജൂ ആണോ? മസ്ക് ജൂ ആണ്. മസ്ക് ഹാസ് ജൂയിഷ് കണക്ഷൻസ്. ഇവൻ സാം ആൽബാൻ ജൂയിഷ് ആണല്ലോ. കാരണം നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓപ്പണേയുടെ സിമ്പിൾ 2 എണ്ണം, ഞാൻ അത് പറ്റുമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം, 2 എണ്ണം ഇങ്ങനെ അടുപ്പിച്ച് കഴിഞ്ഞാൽ യു ഗെറ്റ് എ പെർഫെക്റ്റ് പെന്റഗ്രാം. അതും ജൂയിഷ് സിമ്പിൾ ആണ്, അത് കളർ വരെ സെയിം ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ന്യൂ വേൾഡ് ഗവൺമെന്റ് അപ്പൊ എന്ന് തുടങ്ങി? ഇപ്പോഴാണോ തുടങ്ങിയത് അതോ 50 വർഷം മുമ്പാണ് തുടങ്ങിയത്? നോ, ദ പ്രോജക്ട് സ്റ്റാർട്ടഡ് 1000 years ago. 1000 വർഷങ്ങൾക്ക് മുന്നേ ഈ പ്രോജക്റ്റ് തുടങ്ങിയതാണ്. അപ്പോൾ ഈ പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരാളെ പറ്റി പരിചയപ്പെടണം. ബാഫോമെറ്റ് എന്ന് പറയുന്നത്. ഓ നോ, ബാഫോമെറ്റ് 10 minutes കൊണ്ട് തീരത്തില്ല. വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഗൈസ്. എപ്പിസോഡ് ആക്കാം, നമുക്ക് നോക്കാം. വിൽ ഡു വാട്ട് വി ക്യാൻ. ബാഫോമെറ്റ് എന്ന് പറയുന്ന ഒരു മച്ചാനെ ആക്കണം. ബാഫോമെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പടം കൊടുക്കാം. ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെയോ എന്തോ ഇരിക്കും. ഇങ്ങനെ ഇരുന്നിട്ട് ആടിന്റെ തലയും ചിറകും, ആടിന്റെ തലയും ഉള്ള ഒരു മനുഷ്യനാണ്. അയാൾക്ക് ചിറകുണ്ട്, എന്നിട്ട് തലയുടെ ചുറ്റും ഒരു പെന്റഗ്രാം ഉണ്ട്. അതാണ് ബാഫോമെറ്റ്. ബാഫോമെറ്റ് ഈസ് എ ഗായ് ഹാവിംഗ് ഗോട്ട് ഹെഡ് ആൻഡ് വിങ്സ്. ഈ ആള് ബോത്ത് ഫീമെയിൽ ആൻഡ് മെയിൽ ആണ്. മെയിൽ ബോഡി പാർട്സും ഉണ്ട്, ഫീമെയിൽ ബോഡി പാർട്സും ഉണ്ട്. ഗുഡ് ആണ്, ഈവിളും ആണ്, ഹ്യൂമനും ആണ്, ബീസ്റ്റും ആണ്. ഹി ഈസ് ലൈക്ക് എ ഡുവൽ ഇൻ എവറി ആസ്പെക്ട്. എന്നിട്ട് പുള്ളി ഒരു ഹാൻഡ് ഗെസ്റ്റർ മേക്ക് ചെയ്യും. ഇങ്ങനെ ഞാൻ പടം കൊടുക്കാം, അത് നിങ്ങൾ കാണണം. ആ ഹാൻഡ് ഗെസ്റ്റർ നിങ്ങൾ പലയിടയും കാണും. ഈ ബാഫോമെറ്റ് ഡെവിൾ ആണെന്നാണ് പറയുന്നത്. ബാഫോമെറ്റ് ഈസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ഡെവിൾ. ഈ സിംബലിന്റെ അർത്ഥം ആസ് എബോവ് സോ ബിലോ എന്നാണ് പേഗനിസം പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയും ബ്രോ അത് അങ്ങനെയല്ല, ക്രിസ്ത്യാനിറ്റിയിലാണ്. യെസ്, ഐ അണ്ടർസ്റ്റാൻഡ്. ജീസസ് ക്രൈസ്റ്റ് ഓൾസോ ഹോൾഡ്സ് ദ സെയിം finger and Jesus Christ says the symbol means as above and so below. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ? ഞാൻ പറ്റുമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ജീസസ് ക്രൈസ്റ്റിന്റെ ലാസ്റ്റ് സപ്പറിലെ ഡാവിഞ്ചി വരച്ച പടത്തില് 2 പടം ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റിലും ആക്കിയിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്ത് നടന്നാൽ ജീസസിന്റെ തല ഒരു ഗോട്ടിന്റെ പടമാവും. ജീസസ് വിൽ ലിറ്ററലി ബിക്കം എ ഗോട്ട്. ഞാൻ ഇന്ന് വൈകിട്ട് കാണിക്കാം. ആൻഡ് യു ഗൈസ് വിൽ ബി സീയിങ് ഇറ്റ് ഓൺ ദ സ്ക്രീൻ റൈറ്റ് നൗ. I'm not going to comment on that because that is Da Vinci. Illuminatiയിലെ ഒരു മെമ്പർ ആയിരുന്നു. Da Vinci never makes a mistake and he coded information in pictures. Of course, Da Vinci code എന്ന് പറഞ്ഞ സാധനം തന്നെ പുള്ളിയുടെ പിക്ചേഴ്സ് ഡീകോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ പിക്ചർ കാണിക്കാം. അപ്പോൾ ഈ ആസ് എബോ സോ ബിലോ എന്ന് പറയുന്നത് സ്പിരിച്വൽ റെലവും ഫിസിക്കൽ റെലവും കണക്ട് ചെയ്യുന്നതാണ് എന്നുള്ള, മെറ്റീരിയൽ വേൾഡും ഇമ്മെറ്റീരിയൽ വേൾഡ് കണക്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്കറിയത്തില്ല. ഈ ബുൾഷിറ്റ് ജീസസും പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇതേ സാധനം ഈ കൈയും വെച്ചോണ്ട് വേറൊരാളും പറയുന്നുണ്ട്. നമുക്ക് കണ്ണ് കളഞ്ഞു കിട്ടിയ തോട്ടെന്ന് പറയത്തില്ലേ, തോട്ട് അറ്റ്ലാന്റിയൻ, ആ തോട്ടും എമറാൾഡ് ടാബ്ലറ്റിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ആസ് എബോവ് സോ ബിലോ എന്ന് പറയുന്നുണ്ട്. What does that really mean? What does that really means is that അത് നമുക്ക് അപ്പോൾ തോട്ട് ദ അറ്റ്ലാന്റിയൻ അത് പറയുന്നുണ്ട്, ബാഫോമെറ്റ് അത് പറയുന്നുണ്ട്, ജീസസ് ക്രൈസ്റ്റും അത് പറയുന്നുണ്ട്. ആർ ദേ ദ സെയിം? വി ഡോണ്ട് നോ. എന്തായാലും പോട്ടെ. അപ്പോൾ ബാഫോമെറ്റ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം പെന്റഗ്രാം ഉണ്ട്. ബാഫോമെറ്റ് ലിറ്ററലി ഇപ്പോൾ ഒരു പടം വരച്ചാലോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്ചറിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ബുക്കിൽ ഒരു റെഫറൻസ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ പെന്റഗ്രാം വേണമെന്നാണ്. That goes the same way. Wherever there is pentagram, that is Baphomet's place. ഞാനിപ്പോൾ പറഞ്ഞ എന്താണെന്ന് ചിലപ്പോൾ നിനക്ക് മനസ്സിലായി കാണും. ചില രാജ്യങ്ങളുടെ സിംബലോ എന്തോ ആയാലും അതൊരു ബാഫോമെറ്റിന്റെ സ്ഥലമാണ് എന്ന് പറയുന്നതാണ് ഈ സാധനം. മനസ്സിലാവുന്നുണ്ടോ എങ്ങോട്ടാ പോകുന്നത്? നീ ഇസ്രായേൽ ആണെന്നല്ല കേട്ടോ പറഞ്ഞത്, അല്ല. അപ്പോ
ഈ സിമ്പിൾ നിങ്ങൾ കേൾക്കുമ്പോൾ പറയും അതൊക്കെ മനഃപൂർവ്വം ആയിരിക്കുമോ, ഇതൊക്കെ അറിയാതെ വന്നെയാണോ എന്നൊക്കെ ചോദിക്കും. വേറൊരു സിമ്പിൾ നോ ബ്രോ. നോ ബ്രോ. അപ്പോൾ ഞാൻ പറയാം, സ്റ്റാർബക്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്റ്റാർബക്സിന്റെ സിമ്പിൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യത്തെ ഫസ്റ്റ് എവർ സിമ്പിൾ ഓഫ് സ്റ്റാർബക്സ് എന്ന് പറഞ്ഞാൽ ഒരു 2 ലെഗ് അല്ലെങ്കിൽ 2 രീതിയിലോട്ട് കാല് മാറ്റിയിരിക്കുന്ന ഒരു മെർമെയ്ഡിന്റെ പടമാണ്. ആ മെർമെയ്ഡിന്റെ പടം ഞാനിപ്പോൾ ഇവിടെ കൊടുക്കും, ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ആ പടം ഞാൻ തിരിച്ചിടും. യു വിൽ ഗെറ്റ് ബാഫമെറ്റ്. എക്സാക്ട്ലി ദ സെയിം തിങ്. ബാഫമെറ്റിന്റെ പടമാണ് നിങ്ങൾക്ക് സ്റ്റാർബക്സിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ സ്റ്റാർബക്സിനോട് ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് ഈ സാധനം എവിടുന്ന് കിട്ടി, ഇത് ബാഫമെറ്റ് അല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് 16th സെഞ്ചുറിയിലെ ഒരു നോർസ് ക്യാരക്ടറാണ്, ഞങ്ങൾക്ക് അവിടെ നിന്നാണ് കിട്ടിയത്, ബാഫമെറ്റ് ഒന്നും അല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് ആളുകൾ അന്വേഷിച്ച് ചെന്ന് അങ്ങനെ ഒരു നോർസ് മിത്തോളജി ഇല്ല, അങ്ങനെ ഒരു ക്യാരക്ടറും ഇല്ല. എന്നിട്ട് സ്റ്റാർബക്സിനോട് ചോദിക്കും ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ പറയും ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്, ഇറ്റ്സ് അവർ ക്രിയേറ്റീവ് വർക്ക് എന്ന്. അവർക്ക് അതിലുള്ള എനർജിയല്ലേ ഉള്ളൂ. യു ഗോ എഫ് ഓഫ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അന്വേഷിച്ച് ചെന്ന ആളുകൾ ഇത് കണ്ടുപിടിച്ചു. എന്ന് പറഞ്ഞാൽ എന്താ, 13th സെഞ്ചുറിയിൽ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ജെ.ഇ. സിർലോ എന്ന് പറയുന്ന ഒരു ആളെഴുതിയ ബുക്കിന്റെ പടവും എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ടാവും. തെളിവ് വെച്ച് നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ സംസാരിക്കും, കാരണം നമ്മൾ വളരെ സെൻസിറ്റീവ് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പോടാന്ന് പറയുമ്പോൾ ഈ പടവും വെച്ചിട്ടായിരിക്കും ഞാൻ പറയുന്നത്. അപ്പൊ ജെ.ഇ. സിർലോയിന്റെ ബുക്കിനകത്ത്, ആ ബുക്ക് എന്ന് പറഞ്ഞാൽ അക്കൾട്ടും പേഗനിസവും സാറ്റാനിസവും ഈ പെന്റാഗ്രാമും ഇതൊക്കെ പറ്റി പറയുന്ന ഡിമോണിക് സിമ്പിൾസിനെ പറ്റിയുള്ള ഒരു ബുക്കാണ്. ഈ ഡിമോണിക് സിമ്പിൾസിനെ പറ്റിയുള്ള ബുക്കിനകത്താണ് ആ ഒരു മെർമെയ്ഡിന്റെ പടം ഉള്ളത്. ഒരു ഡൗട്ട് വെച്ചില്ലേ, ഈ സ്പേസ് ഓൺ ഓഡിസി എടുത്ത ഡയറക്ടറിന് പേര് പറഞ്ഞു? അയാള് തന്നെയാണ് മറ്റേ മൂൺ ലാൻഡിങ് ഡയറക്ട് ചെയ്തത്. പേര് അയാള് തന്നെയല്ലേ? സ്റ്റാൻലി കുബ്രിക് ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. പുള്ളിയല്ലേ മറ്റേ ഇലുമിനാറ്റി എക്സ്പോസ് ചെയ്തൊരു പടം ചെയ്ത് ഐസ് വൈറ്റ് ഷർട്ട്. ഐസ് വൈറ്റ് ഷർട്ട് ഐസ് വൈറ്റ് ഷർട്ട് ഈ സ്പേസ് ഓൺ ഓഡിസിക്കകത്ത് പുള്ളി ഇതും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ മൂൺ ലാൻഡിങ്ങിന്റെ സംഭവം അല്ല, വിമാനശാസ്ത്ര നാഗാസൊക്കെ ഹിന്ദി. അപ്പൊ ഈ ഇലുമിനാറ്റി, ഈ ബഹോമിയൻ ഗ്രൂവ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത ഒരു സിനിമ പുള്ളി ഇറക്കി 1 year കഴിഞ്ഞിട്ട് പുള്ളി തട്ടിപ്പോയി. 1 or 2 years വളരെ ആലസ്യമായി. പോട്ടെ, അത് പുള്ളി പുതിയൊരു റിലേറ്റഡ് സീക്വൽ എന്തോ ഷൂട്ട് ചെയ്യുന്ന ഒരു ഇൻഫോ പുറത്തു വന്ന് പുള്ളി തട്ടി. അപ്പൊ അത് നമുക്കൊരു പുതിയ കാര്യമല്ല. അപ്പൊ എന്താണ് ഇലുമിനാറ്റി, ഇത് എപ്പോഴാണ് തുടങ്ങിയത്? ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ ആ ഇതിന്റെ ഒരു ഉത്ഭവം 13th സെഞ്ചുറിയിലാണ്. എന്ന് പറഞ്ഞാൽ 1300 അവിടാണ് ഇത് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർ തുടങ്ങുന്നത് നൈറ്റ് ടെംപ്ലാർസ് എന്ന രീതിയിലാണ്. നിനക്ക് നീ നൈറ്റ് ടെംപ്ലാർസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇതിന്റെ ബാക്കി എപ്പിസോഡ് 2. നൈറ്റ് ടെംപ്ലാർസിനെ പറ്റി പറഞ്ഞു തുടങ്ങിയാൽ ഇതിന് തീയെത്തും. നൈറ്റ് ടെംപ്ലാർസും എന്താ പറയുക, നൈറ്റ് ടെംപ്ലാർസിൽ നിന്ന് ഇലുമിനാറ്റിയിലേക്കും ഇലുമിനാറ്റിയിൽ നിന്ന് അമേരിക്കയിലേക്കും ജൂയിഷിലേക്കുമാണ് ഈ പോഡ്കാസ്റ്റ് പോകുന്നത്. അപ്പോൾ if you want to cut, you can cut now and I'll just finish it off in like 20 minutes. We'll cut. Okay. Guys, I know I'm being cruel. Guys, അപ്പോൾ സെക്കൻഡ് പാർട്ട് ഇതിൻ്റെ ഇപ്പം തന്നെ കാണും. Stay tuned. Sorry guys.